Greetings to you again in the name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വന്ദനം. Praise God for bringing us to the second and the afternoon session of this 13th annual conference of the Employees and Professionals Fellowship of Kottayam. EPPF-ന്റെ 13ാമത് വാർഷികത്തിലെ രണ്ടാമത്തെയും ഉച്ചകഴിഞ്ഞത്തെയും യോഗത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. Praise God for what He is speaking to us ever since we assembled here this morning. ഇന്ന് പ്രഭാതം മുതൽ നാം ഇവിടെ ആയിരുന്നപ്പോൾ നമ്മോട് വിവിധ രീതിയിൽ ദൈവം സംസാരിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. The Lord is interested in us. He wants to manifest His glory through us wherever we are placed and planted. നമ്മുടെ കാര്യത്തിൽ ദൈവത്തിന് വളരെ താല്പര്യമുണ്ട്. ദൈവം നമ്മെ ആയിരിക്കുന്ന ഓരോ സ്ഥാനത്തും ദൈവനാമ മഹത്വത്തിനു വേണ്ടി നമ്മെ ഉയർത്തുവാനും അവൻ ആഗ്രഹിക്കുന്നു. Some of you are self-employed. നിങ്ങളിൽ ചിലർ സ്വയമായി തൊഴിൽ ചെയ്യുന്നവരാണ്. Several others are working in some established institutions. ഏതെങ്കിലും ഒരു സ്ഥാപിതമായ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും ഇവിടെ You ഉണ്ടല്ലോ. may be a teacher, or you may be a professor, or you may be a doctor, or you may be a nurse, or you may have your own business. അധ്യാപക വൃത്തിയിലോ അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര മേഖലയിലോ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരായ ആൾക്കാർ ഇവിടെ ഉണ്ട്. Now I want to speak to you this afternoon on a very important subject. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Why has God kept you there? എന്തിനു വേണ്ടി ദൈവം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങളെ ആക്കിയിരിക്കുന്നു? Whatever may be your profession and whatever may be your placement, why has God kept you there? നിങ്ങളുടെ തൊഴിൽ മേഖലയോ നിങ്ങളുടെ തൊഴിലിന്റെ രീതിയോ വിഭിന്നമായിക്കൊള്ളട്ടെ, എന്നാൽ ചിന്തിക്കുക എന്തിനു വേണ്ടി ദൈവം എന്നെ അവിടെ വെച്ചിരിക്കുന്നു. We are going to spend a little more than an hour to meditate and answer this question. ഈ ചോദ്യത്തിന് ധ്യാനപരമായ ഉത്തരം കാണുവാനായിട്ട് 1 മണിക്കൂറിലേറെ സമയം ചെലവഴിക്കുവാൻ നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാം. This morning we meditated on the issue of who is a true Christian. ആരാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ ഇന്ന് രാവിലെ നാം ചിന്തിച്ചത്. That's more of our personal life. അത് കൂടുതലായും നമ്മുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. This afternoon I progressed a little further to speak on our vocational life. ഇന്നുച്ചയ്ക്ക് അല്പം കൂടെ മുമ്പോട്ട് പോയിക്കൊണ്ട് നമ്മുടെ തൊഴിൽപരമായ പ്രവർത്തന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. Right at the outset I want to make a statement which is very important. തുടങ്ങുമ്പോൾ തന്നെ പ്രാരംഭമായി ഗൗരവമേറിയ ഒരു പ്രഖ്യാപനം ഞാൻ നടത്തട്ടെ. Work is a blessing from God. ദൈവം നൽകിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ജോലി. Employment is a blessing from God. ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായി നമ്മുടെ തൊഴിൽ മേഖലയെ കാണുക. Work was assigned to man not after he fell but before the fall. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ വീണു പോകുന്നതിന് ശേഷമല്ല, വീഴുന്നതിന് മുമ്പ് തന്നെ മനുഷ്യന് നൽകപ്പെട്ട ഒരു നിയോഗമാണ് തൊഴിൽ. So work is not the pot of curse. അതുകൊണ്ട് ജോലി ചെയ്യുക എന്നുള്ളത് മനുഷ്യന് മേൽ വന്ന ആ ശാപത്തിന്റെ ഒരു ഭാഗമല്ല. God gave work as a blessed assignment to man and then he asked him to multiply. അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയായിട്ടാണ് തൊഴിലിനെ ദൈവം മനുഷ്യന് നൽകിയത്. അതിനുശേഷമാണ് അവര് ലോകം മുഴുവൻ വ്യാപിക്കുവാനായിട്ട് ദൈവം അവരോട് പറഞ്ഞത്. That is why when we go to eternity future, that is the heavenlies, there also we will have the blessing of work. അതുകൊണ്ട് തന്നെ നമ്മുടെ മരണശേഷം നാം നിത്യതയിലേക്ക് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവിടെയും തൊഴിലിന്റെ അനുഗ്രഹം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. When we say rest in heaven, that does not mean joblessness or worklessness or idleness, but it is a non-stop constant service before God. സ്വർഗത്തിലെ വിശ്രമം എന്ന് നാം പറയുമ്പോൾ അവിടെ തൊഴിലില്ലാത്ത ഒരു അവസ്ഥയല്ല, അലസമായ ഒരു അവസ്ഥയല്ല, സ്ഥിരമായി ഇടപെടലില്ലാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ നാം അവിടെ ഏർപ്പെടുകയാണ്. The Bible says we will serve him forever and ever and ever. നാം നിത്യതയോളം എന്നുവെന്നേക്കും എല്ലാ നാളും അവനെ സേവിച്ചുകൊണ്ടിരിക്കും എന്ന് വേദപുസ്തകം പറയുന്നു. The only difference between the work that we do today and the work that we will do tomorrow is that today we work with conflicts and tension, but tomorrow our work atmosphere and environment will be tension free, toxic free, because the tempter will not be there. ഇന്നും നമ്മുടെ നിത്യതയിലും നാം തൊഴിൽ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഈ രണ്ട് മേഖലകൾ തമ്മിൽ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇന്ന് നാം ചെയ്യുന്ന തൊഴിലിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും നാം അനുഭവിക്കുന്നു. എന്നാൽ നിത്യതയിൽ പിശാചിന്റെ ആക്രമണം ഇല്ലാത്തതിനാൽ, പരീക്ഷകൻ നമ്മുടെ സമീപമില്ലാത്തതിനാൽ അവിടെ വളരെ സന്തോഷകരമായി ജോലി ചെയ്യുവാൻ സാധിക്കും. In this world there are two viewpoints about work. ജോലിയെക്കുറിച്ച് രണ്ട് വിധത്തിലുള്ള വിഭിന്നമായ കാഴ്ചപ്പാടുകൾ ഈ ലോകത്തിലുണ്ട്. One I would call as the non-Christian
non-Christian viewpoint, and the other I would call as the Christian viewpoint. അക്രൈസ്തവമായ വീക്ഷണവും ക്രൈസ്തവമായ വീക്ഷണവും എന്ന് നമുക്ക് ഇതിനെ തരംതിരിക്കാം. You ask a non-Christian in general why he works. എന്തുകൊണ്ട് താങ്കൾ ഈ ജോലിയിൽ ഏർപ്പെടുന്നു എന്ന് അക്രൈസ്തവ പശ്ചാത്തലത്തിൽ ഉള്ള ഒരു വ്യക്തിയോട് നാം ചോദിച്ചാൽ, General and popular answer to that question is that in order to earn bread. എനിക്ക് ആഹാരത്തിന് എന്തെങ്കിലും പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നത് എന്നായിരിക്കും പൊതുവെയുള്ള ഒരു ഉത്തരം. But what is or what should be the Christian viewpoint about work? എന്നാൽ തൊഴിലിനെ കുറിച്ച് ഒരു ക്രിസ്ത്യാനിയിൽ കാണുന്ന അല്ലെങ്കിൽ കാണേണ്ടതായ ഒരു വീക്ഷണം എന്താണ്? I work in order to glorify God. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ജോലി ചെയ്യുന്നു എന്നായിരിക്കും ഉത്തരം. That's why the Bible says in 1 Corinthians 10th chapter 31st verse. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 10:31 വേദപുസ്തകം പറയുന്നത്, Whether you eat or drink or whatever you do, do it all for the glory of God. നീ എന്ത് തിന്നാലും എന്ത് കുടിച്ചാലും എന്ത് ചെയ്താലും അതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുക എന്ന് അവിടെ പറയുന്നു. The same thought is carried by the apostle Paul when we are writing to the Colossian Christians. കൊലോസ്യ സഭയിലെ ക്രൈസ്തവർക്ക് ലേഖനം എഴുതുമ്പോഴും പൗലോസിന്റെ മനസ്സിൽ ഇതേ ആശയമായിരുന്നു. In chapter 3 and verse 17 he says, കൊലോസ്യർ 3:17 പൗലോസ് പറയുന്നു, Whatever you do in word or in deed, do it all in the name of the Lord Jesus നിങ്ങൾ Christ. വാക്കിലോ പ്രവൃത്തിയിലോ എന്ത് ചെയ്താലും അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുക. And he also adds to say that whatever you do, don't do it unto man, do it as unto the Lord. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്താലും അത് മനുഷ്യർക്കെന്നല്ല ദൈവത്തിനെന്ന പോലെ തന്നെ ചെയ്യുക. A group of building workers was busy in the construction work. ഒരു പ്രത്യേക നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തെ കുറിച്ച് പറയട്ടെ. There was a visitor. അവര് ഇങ്ങനെ വളരെ ഭാരപ്പെട്ട ജോലി ചെയ്യുന്ന സമയത്ത് അവരെ സന്ദർശിക്കുന്ന ഒരു വ്യക്തി അവിടെ വന്നു. He saw some men working near a huge mountain. ഒരു വലിയ പർവ്വതത്തിന് സമീപമായിട്ട് ചെറിയ ആൾക്കാർ ഒന്നിച്ച് ജോലി ചെയ്യുന്ന അദ്ദേഹം കണ്ടു. He asked them what they were doing. അവരെന്താണ് ചെയ്യുന്നത് എന്ന് ഈ സന്ദർശകൻ They ചോദിച്ചു. said they were blasting the rocks and quarrying the boulders. അവർ ഈ പാറ പൊട്ടിച്ച് ആവശ്യമായ പാറ കഷ്ണങ്ങൾ എടുക്കുകയാണ് എന്ന് പറഞ്ഞു. Then this visitor went a few steps further. ഈ സന്ദർശകൻ കുറച്ച് ചുവടുകൾ കൂടി മുമ്പോട്ട് പോയപ്പോൾ He met some carpenters അദ്ദേഹം അവിടെ തച്ചുപണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില ആൾക്കാരെ കണ്ടു. and he asked them what they were doing. അവരെന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. And they said we are preparing door frames and window shutters. ഞങ്ങള് കവകിനും ജനലിനും ഒക്കെയുള്ള വാതിലുകൾ പാളികൾ പണിതുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. And he moved a little further. വീണ്ടും ഈ സന്ദർശകൻ പോയപ്പോൾ He met with some people who were making bricks. ഇഷ്ടിക ചുടുന്ന ചില ആൾക്കാരെ അദ്ദേഹം കണ്ടു. And when he asked the same question, they were saying we are making bricks and we'll be burning them soon in the kiln. അപ്പൊ അവരോട് ഇതേ ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇഷ്ടികളൊക്കെ പാകപ്പെടുത്തുകയാണ്, തങ്ങൾ താമസിയാതെ ഇഷ്ടികളൊക്കെ ഈ ചൂളുകളിൽ കൊണ്ടുവയ്ക്കും. And as the visitor was going a little further on, ഈ സന്ദർശകൻ വീണ്ടും മുമ്പിലേക്ക് നടക്കുകയാണ്. he met with a very ordinary man with rugged clothes. വളരെ മുഷിഞ്ഞ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനെ അദ്ദേഹം കണ്ടു. He was carrying the bricks and carrying water to the construction site. പണി നടക്കുന്ന സ്ഥലത്തേക്ക് ഇഷ്ടികയും വെള്ളവും ചുമന്നുകൊണ്ട് ഈ മനുഷ്യൻ പോവുകയാണ്. He was totally an unskilled labor. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു തൊഴിലിൽ പ്രാവീണ്യമുണ്ടോ എന്നൊന്നും തോന്നുന്നില്ല. So this visitor posed the same question to this worker. ഈ സന്ദർശകൻ ഈ മനുഷ്യനോടും ഇതേ ചോദ്യം തന്നെ ചോദിച്ചു, What are you doing? താങ്കൾ എന്താണ് ചെയ്യുന്നത്? And the man answered, I am building a palace for the king. രാജാവിന് വേണ്ടി ഒരു കൊട്ടാരം നിർമ്മിക്കുന്ന പ്രവർത്തനത്തിൽ ഞാൻ I am ഏർപ്പെട്ടിരിക്കുകയാണ്. building a palace for the king. രാജാവിന് നിവസിക്കുവാനുള്ള ഒരു കൊട്ടാരം ഞാൻ പണിയുകയാണ്. You know, the quarryman thought only about blasting the rocks with explosives. പാറ പൊട്ടിക്കുന്നയാൾ ചിന്തിക്കുന്നത് പിടിമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈ പാറയെ കഷ്ണങ്ങളാക്കാമെന്നാണ്. Carpenter was thinking only about his woodwork. തടിയിൽ താൻ ചെയ്യുന്ന പണിയെ കുറിച്ച് മാത്രമാണ് ആശാരി ചിന്തിച്ചത്. And the man who was making bricks was only about making the molds for the bricks. ഇഷ്ടിക ഉണ്ടാക്കുന്നയാൾ അതിനെ രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ. They saw only a part of the picture. ആ വലിയ ചിത്രത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് അവർ കണ്ടത്. That was all their work. അത് മാത്രമായിരുന്നു അവരുടെ തൊഴിലും. But the man who was carrying water, എന്നാൽ ഈ വെള്ളം കൊണ്ടുപോകുന്ന മനുഷ്യൻ totally an unskilled laborer, അദ്ദേഹം പ്രത്യേകിച്ച് ഒരു തൊഴിലും പ്രത്യേകമായ സവിശേഷമായ he കഴിവില്ലായിരുന്നുവെങ്കിലും had the total and overall picture. അദ്ദേഹത്തിന് ആ മുഴുവൻ ചിത്രം ഒന്നിച്ച് കാണുവാൻ He സാധിച്ചു. did not say I am carrying water. ഞാൻ വെള്ളം ചുമക്കുകയാണെന്നല്ല അദ്ദേഹം He did പറഞ്ഞത്. not say I am carrying bricks on my head. എന്റെ തലയിൽ ഇഷ്ടിക വെച്ചുകൊണ്ട് പോവുകയാണ് എന്നുമല്ല അദ്ദേഹത്തിന്റെ He ഉത്തരം. said I am building a palace for the king. രാജാവിന് വേണ്ടി ഞാനൊരു കൊട്ടാരം പണിയുകയാണ്. The answer of the first three people, that is the non-Christian viewpoint about work. ആദ്യത്തെ 3 ആൾക്കാരുടെ ആ ഉത്തരത്തിൽ നിന്ന് നമുക്ക് തൊഴിലിനെ കുറിച്ചുള്ള അക്രൈസ്തവമായ കാഴ്ചപ്പാടിനെ കുറിച്ച് ഒരു ചിത്രം But കിട്ടും. the answer of the fourth man who was an unskilled laborer, that is the right
Christian perspective and biblical viewpoint about work. ക്രിസ്തീയ സവിശേഷമായ തൊഴിൽ പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത ആ നാലാമത്തെ ആളുടെ ഉത്തരം ഒരു ക്രൈസ്തവന്റെ പ്രവർത്തന മേഖലയെക്കുറിച്ച്, അവന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള മനോഭാവത്തെക്കുറിച്ച് ക്രൈസ്തവമായ വേദപുസ്തകപരമായ ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകുന്നതാണ്. Non-Christians think always about their immediate needs. അവരുടെ പെട്ടെന്നുള്ള ആവശ്യം എന്താണ് എന്നതിനെ കുറിച്ചായിരിക്കും അക്രൈസ്തവ ചിന്താഗതി. Christians always look forward to the ultimate purpose. ആത്യന്തികമായ ലക്ഷ്യം എന്താണ് എന്നതായിരിക്കും ഒരു ക്രൈസ്തവ ചിന്താഗതിയിൽ നാം ശ്രദ്ധിക്കുന്നത്. With this background, I would like to move on into my message. ഇതിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് എന്റെ സന്ദേശത്തിലേക്ക് ഞാൻ മുമ്പോട്ട് പോകട്ടെ. Wherever you work, നിങ്ങൾ എവിടെ ജോലി ചെയ്താലും, whatever is your work, നിങ്ങളുടെ ജോലിയുടെ രീതി എന്താണെങ്കിലും, believe that God has put you there. അവിടേക്ക് നിങ്ങളെ ആക്കിയിരിക്കുന്നത്, ആ സ്ഥാനം നിങ്ങൾക്ക് നൽകിയത് ദൈവമാണ് എന്ന് വിശ്വസിക്കുക. Once again, ഒന്നുകൂടെ ഞാൻ പറയട്ടെ. wherever you are working, നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെങ്കിലും ശരി, whatever work is assigned to you, നിങ്ങളുടെ തൊഴിൽ ഏത് വിധത്തിലുള്ളതാണെങ്കിലും ശരി, believe that God has put you there. ഇത് വിശ്വസിക്കുക, നിങ്ങളെ ആ തൊഴിലിൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവമാണ്. Accept that situation happily. അതുകൊണ്ട് ആ സാഹചര്യത്തെ, നിങ്ങളുടെ തൊഴിലിന്റെ സാഹചര്യത്തെ സന്തോഷത്തോടെ ഉൾക്കൊള്ളുക. The Bible says, വേദപുസ്തകം പറയുന്നു, if you are called to be a slave, ഒരു അടിമയായിട്ട് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ be a slave in the Lord. കർത്താവിൽ ആ അടിമ ശുശ്രൂഷ ചെയ്യുക. If you are called to be a free man, നിങ്ങൾ സ്വതന്ത്രനായിട്ടാണോ വിളിക്കപ്പെട്ടിരിക്കുന്നത് എങ്കിൽ be a freedman in the Lord. നിങ്ങളുടെ ആ സ്വാതന്ത്ര്യം നിങ്ങൾ കർത്താവിൽ അനുഭവിക്കുക. Let each man remain in the same calling in which he is called. നിങ്ങൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നിങ്ങൾ തുടരട്ടെ. Whether your boss is kind or unreasonable, നിങ്ങളുടെ യജമാനൻ ഒരുപക്ഷെ ദയാലുവായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങളോട് വളരെ കഠിനമായി പെരുമാറുന്നവനായിരിക്കാം. whether your co-workers are cooperative or non-cooperative, നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങളോട് സഹകരിക്കുന്നവരോ നിങ്ങളോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നവരോ ആവാം. whether your working conditions are good or bad, നിങ്ങളുടെ തൊഴിലിന്റെ അന്തരീക്ഷം നല്ലതോ ചീത്തയോ ആയിക്കൊള്ളട്ടെ, whether your salary is high or low, നിങ്ങളുടെ ശമ്പളം ഉയർന്നതോ വളരെ താഴ്ന്നതോ ആവട്ടെ, if after prayer God has guided you to take up that job, believe that God has placed you with an ultimate purpose. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ ജോലിയിലേക്ക് ദൈവം നിങ്ങളെ നയിച്ചതാണെങ്കിൽ ഈ കാര്യം വിശ്വസിക്കുക, നിങ്ങളെ ആ ജോലിയിലാക്കിയിരിക്കുന്നതിന് ആത്യന്തികമായ ഒരു ലക്ഷ്യം ദൈവത്തിനുണ്ട്. Acceptance of an assignment given to you is the first step for any achievement or accomplishment. ജീവിതത്തിൽ എന്തെങ്കിലും സാധിക്കണമെങ്കിൽ, എന്തെങ്കിലും സ്വായത്തമാക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ സ്ഥാനം നിങ്ങൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. I worked as an engineer in the CMC hospital Vellore for 5 years. 5 വർഷം വെല്ലൂർ CMC ആശുപത്രിയിൽ ഞാൻ ഒരു എഞ്ചിനീയറായി പ്രവർത്തിച്ചു. Before that, immediately after my post graduation, I was teaching in the regional engineering college in Tiruchirappalli in Tamil Nadu. അതിനു മുമ്പായിട്ട് എന്റെ പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം തമിഴ്നാട്ടിലെ തൃശ്ശിനാപ്പള്ളിയിലുള്ള റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ പ്രവർത്തിക്കുകയായിരുന്നു. And then I took up ministry in 1975 full time. 1975 പൂർണ്ണസമയമായി ഞാൻ സുവിശേഷ വേലയ്ക്കായിട്ട് സമർപ്പിച്ചത്. Even though I left engineering for evangelism 30 years ago, I still like my profession called engineering. 30 വർഷം മുമ്പ് എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്ന് സുവിശേഷീകരണ മേഖലയിലേക്ക് ഞാൻ കടന്നു വന്നുവെങ്കിലും ഇപ്പോഴും എഞ്ചിനീയറിംഗ് മേഖലയോട് എന്റെ മനസ്സിലൊരു താല്പര്യം എനിക്കുണ്ട്. Engineering is not sin compared to evangelism. Engineering is not inferior to evangelism. സുവിശേഷീകരണ മേഖലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ എഞ്ചിനീയറിംഗ് മേഖല പാപം നിറഞ്ഞതോ ഇതിൽ നിന്ന് മോശമായതോ ആണ് എന്ന് ഞാൻ പറയില്ല. Until 75, God kept me as an engineer. 75 വരെ ഒരു എഞ്ചിനീയറായി ദൈവം എന്നെ നിയോഗിച്ചു. After 75, I could not do justice to both, so I made a choice to follow God and serve Him full time. 1975 എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ രണ്ട് ജോലിയും കൂടെ എനിക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനമെടുത്തു, ഒരു തെരഞ്ഞെടുപ്പെടുത്തു. ഞാൻ എന്റെ എഞ്ചിനീയറിംഗ് വിട്ടുകൊണ്ട് ദൈവത്തിന് വേണ്ടി പൂർണ്ണസമയ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. After being a full-time minister of God for 30 years, I stand before this elite audience and I confess that full-time workers are not superior to so-called part-time workers. ഈ 30 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഈ ശ്രേഷ്ഠമായ സദസ്സിന് മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഏറ്റു പറയട്ടെ, പൂർണ്ണസമയ സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ മറ്റ് ജോലിയോടൊപ്പം സുവിശേഷ വേല ചെയ്യുന്നവരെക്കാട്ടിൽ ഒട്ടും മുകളിലല്ല. Each one remain in the calling that God has given him. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ പ്രത്യേക വിളിയിൽ നിങ്ങൾ വിശ്വസ്തരായി നിലനിൽക്കുക. So it is with that understanding I am bold here this afternoon to speak to you what I want to say. ആ തിരിച്ചറിവോടുകൂടിയാണ് ഇന്ന് ധൈര്യമായി എനിക്കുള്ള സന്ദേശം നൽകുവാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. Why has God kept you there?
ദൈവം നിങ്ങളെ ഒരു പ്രത്യേക ദൗത്യത്തിൽ ആക്കിയിരിക്കുന്നത് And I'm എന്തുകൊണ്ട്? going to give you 7 solid reasons why God has kept you where you are. നിങ്ങളായിരിക്കുന്ന പ്രത്യേക ശുശ്രൂഷ മേഖലയിൽ ദൈവം നിങ്ങളെ എന്തിന് ആക്കിയിരിക്കുന്നു എന്നതിന് 7 വിധത്തിലുള്ള ഉത്തരങ്ങൾ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Some of you may be having lots of questions about what you are doing and where you are working, and you are at the crossroads of life. You would get an answer to your questions during the course of this message. നിങ്ങളിൽ ചിലരെ ഇപ്പോഴത്തെ ജോലി ചെയ്യുന്ന ആ മേഖലയെ കുറിച്ച് ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. ഞാൻ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് എന്നൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ടാവാം. ഇന്നത്തെ ഈ സന്ദേശത്തിൽ കൂടെ ഇങ്ങനെ തീരുമാനമെടുക്കുവാൻ വിഷമിക്കുന്നവർക്ക് ഒരു ഉത്തരം നൽകാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Why God has kept you there? ദൈവം എന്തിന് നിങ്ങളെ ഒരു സ്ഥാനത്ത് നിയോഗിച്ചിരിക്കുന്നു? Number 1, ഒന്നാമതായി to demonstrate that you can live holy in this wicked world. ഈ ദുഷ്ടലോകത്തിൽ വിശുദ്ധരായിട്ട് ജീവിക്കുവാൻ സാധിക്കും എന്ന് പ്രദർശിപ്പിക്കുവാനായി ദൈവം നിങ്ങളെ ഒരു സ്ഥാനത്താക്കിയിരിക്കുന്നു. Once again, ഞാൻ ആവർത്തിക്കട്ടെ, to demonstrate that you can live holy in this wicked world. ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് പ്രദർശിപ്പിക്കുവാനായി ദൈവം നിങ്ങളെ ഒരു സ്ഥാനത്താക്കിയിരിക്കുന്നു. Friends, there are many religions in the world, but only one gospel. ലോകത്ത് പലതരത്തിലുള്ള മതങ്ങളുണ്ടെങ്കിലും സുവിശേഷം ഒന്ന് മാത്രമേ ഉള്ളൂ. There are many teachers in the world, but there is only one Savior. അനേക ഉപദേശകന്മാരുണ്ടെങ്കിലും രക്ഷകനായി ഒരുവൻ മാത്രമേ ഉള്ളൂ. All religions call us to live holy, but only in Christianity we have a God who makes us holy. വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ആഹ്വാനം അനേക മതങ്ങൾ നമുക്ക് നൽകുമ്പോൾ ക്രൈസ്തവ മാർഗത്തിൽ മാത്രമേ ഉള്ളൂ നമ്മെ വിശുദ്ധീകരിക്കുവാൻ സാധിക്കുന്ന ഒരു ദൈവത്തെ നാം പരിചയപ്പെടുന്നത്. That is why his book is called the Holy Bible. അതുകൊണ്ടാണ് ആ ദൈവത്തിന്റെ പുസ്തകത്തെ നാം വിശുദ്ധ വേദപുസ്തകം എന്ന് വിളിക്കുന്നത്. This is Holy Bible because it is from a holy God. വിശുദ്ധനായ ഒരു ദൈവത്താൽ നൽകപ്പെട്ടതിനാൽ ഇതിനെ നാം വിശുദ്ധ വേദപുസ്തകം എന്ന് വിളിക്കുന്നു. And he has sent the third person of Godhead to be in this world as our helper, as our assistant. നമ്മുടെ സഹായകനായി സഹചാരിയായി നമ്മോടൊപ്പം ആകുവാൻ തൃത്വത്തിലെ മൂന്നാമനെ അവൻ നമ്മോടൊപ്പം ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നു. And the name of that person is Holy Spirit. ആ മൂന്നാമത്തെ വ്യക്തിത്വത്തിന്റെ പേര് പരിശുദ്ധ ആത്മാവ് എന്നാണ്. So holiness is not something to be danced about within the four walls of a church, but holiness is something that has to be demonstrated outside the four walls, not in the meeting place but in the marketplace. അതുകൊണ്ട് വിശുദ്ധീകരണം എന്ന് പറയുന്നത് സഭയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കേണ്ട ഒരു കാര്യമല്ല, സഭയുടെ മതിലുകൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതാണ്. വിശുദ്ധ യോഗങ്ങളിൽ കാണേണ്ട ഒരു കാര്യം മാത്രമല്ല വിശുദ്ധി, അത് ചന്തസ്ഥലങ്ങളിൽ നിന്ന് നാം പ്രദർശിപ്പിക്കേണ്ടതാണ്. Turn with me the book of Zechariah and look at the 14th chapter. സെഖരിയ പ്രവചനം 14-ാം അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. I will read for you verses 20 and 21. സെഖരിയ പ്രവചനം 14-ന്റെ 20-21 വാക്യങ്ങൾ. In that day holiness to the Lord shall be engraved on the bells of the horses. അന്നാളിൽ കുതിരകളുടെ മണികളിന്മേൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് എഴുതിയിരിക്കും. And the pots in the Lord's house shall be like the bowls before the altar. യഹോവയുടെ ആലയത്തിലെ കലങ്ങളും യാഗപീഠത്തിന് മുമ്പിലുള്ള കലശങ്ങൾ പോലെ ആയിരിക്കും. Yes, every pot in Jerusalem and Judah shall be holiness to the Lord of hosts. യെരുശലേമിലും യഹൂദയിലും ഉള്ള കലമൊക്കെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. Are you able to see 3 things here, 3 areas here? ഇവിടെ 3 മേഖലകൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ സാധിക്കുമല്ലോ. Number 1, ഒന്നാമതായി it is in verse 21. 21-ാം വാക്യത്തിൽ Every pot in Jerusalem. യെരുശലേമിലുള്ള കലം ഒക്കെയും. That means kitchen. That is our mundane work. That is our secular job. നമ്മുടെ അടുക്കള, നമ്മുടെ ദൈനംദിന ജോലികൾ നടക്കുന്ന സ്ഥലം എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. Secondly, രണ്ടാമതായി the pots in the Lord's house shall be like the bowls before the altar. യഹോവയുടെ ആലയത്തിലെ കലങ്ങൾ യാഗപീഠത്തിന് മുമ്പിലുള്ള കലശങ്ങൾ പോലെ എന്ന് That പറഞ്ഞിരിക്കുന്നു. is the altar. That is the church. That is the Lord's house. ഇവിടെ യാഗപീഠത്തെ കുറിച്ചുള്ള ഈ പ്രതിപാദനം സഭയെക്കുറിച്ച്, ദൈവമന്ദിരത്തെക്കുറിച്ച് നമുക്ക് കാണാം. It doesn't stop there. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. It goes even one step further. ഒരു ചുവട് കൂടി അത് മുമ്പോട്ട് പോയിക്കൊണ്ട് It says in the first portion of 20th verse, 20-ന്റെ ആദ്യ ഭാഗത്ത് പറയുന്നു, holiness to the Lord shall be engraved on the bells of the horses. എന്നാൽ കുതിരകളുടെ മണികളിന്മേൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് എഴുതിയിരിക്കും. Horses are used for work and warfare. ജോലിക്ക് വേണ്ടിയും യുദ്ധത്തിന് വേണ്ടിയും കുതിരകളെ ഉപയോഗിക്കാറുണ്ടല്ലോ. Kitchen, holiness unto the Lord.
നമ്മുടെ അടുക്കളയിൽ ദൈവത്തിന് വിശുദ്ധം, altar, the church, holiness unto the Lord, യാഗപീഠം അല്ലെങ്കിൽ സഭ ദൈവത്തിന് വിശുദ്ധം, bells of the horses, that is work and warfare, holiness unto the Lord. കുതിരകളിന്മേലുള്ള മണികൾ, അതായത് നമ്മുടെ തൊഴിൽ, നമ്മുടെ പോരാട്ടത്തിന്റെ മേഖലകൾ, ഇതൊക്കെയും യഹോവയ്ക്ക് വിശുദ്ധം. One is our domestic affairs, ഒന്ന് നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ, and next one is our immediate neighborhood, നമ്മുടെ അടുത്തുള്ള നമ്മുടെ സമൂഹം, and the third one is the extended world where we work. നാം കാണുന്ന വിപുലമായ ഈ ലോകം. So in all the three circles, you know what should be written? Holiness unto the Lord. ഈ മൂന്ന് വൃത്തങ്ങളിലും എഴുതപ്പെട്ടിരിക്കേണ്ടത് എന്താണ്? യഹോവയ്ക്ക് വിശുദ്ധം. You know, every time I read that passage in the book of Zechariah, my heart dances within me. That is the real message that needs to be preached to Christians. ഇന്ന് ക്രൈസ്തവർക്ക് ആവശ്യമുള്ള അതിപ്രധാനമായ ഒരു സന്ദേശം ആണല്ലോ ഇത്. ഈ ഭാഗം വായിക്കുമ്പോഴേക്കും എന്റെ ഹൃദയം സന്തോഷത്താൽ നിറയും. When we talk about demonstrating holiness in our work spot, നമ്മുടെ തൊഴിൽ മേഖലയിൽ നാം വിശുദ്ധി കാണിക്കേണ്ടവരാണ് എന്ന് പറയുമ്പോൾ, there are so many things to be dealt with, but there are just two aspects which I want to point out today. പല കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കേണ്ടതാണെങ്കിലും രണ്ട് കാര്യങ്ങൾ ഊന്നി പറയട്ടെ. Number one, concerning the words that we speak. ഒന്ന്, നാം ഉപയോഗിക്കുന്ന വാക്കുകളെ കുറിച്ചുള്ളതാണ്. You know, this morning I spoke to you so vehemently and forcibly the need to control our tongue if our religion should be of any value. നമ്മുടെ മതപരമായ അല്ലെങ്കിൽ നമ്മുടെ ആത്മീക മേഖല എന്തെങ്കിലും പ്രയോജനമുള്ളതാണെങ്കിൽ നമ്മുടെ നാവിന് കടിഞ്ഞാണിടേണ്ടതിനെ കുറിച്ച് ശക്തമായി ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞുവല്ലോ. And the Bible says in book of Philippians 2nd chapter, ഫിലിപ്പി ലേഖനം 2ാം അധ്യായത്തിൽ വേദപുസ്തകം പറയുന്നത് എന്താണ്? verses 14 and 15, 14-15 വാക്യങ്ങളിൽ this clearly speaks about our work spot. ഇത് നമ്മുടെ തൊഴിൽ മേഖലയെ കുറിച്ച് പറയുന്നു. 14-15 of Philippians, ഫിലിപ്പി ലേഖനം 2:14-15, do all things without murmuring and disputing, that you may become blameless and harmless children of God, without fault in the midst of a crooked and perverse generation, among whom you shine as lights in the world. ഫിലിപ്പി ലേഖനം 2ാം അധ്യായം 14 മുതൽ, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. We are in a crooked world. നാം വക്രത നിറഞ്ഞ ഒരു ലോകത്തിലാണ്. We are in a cracked world. ഇന്ന് അനേക പൊട്ടലുകളും മറ്റുമുള്ള ലോകത്തിലാണ് നാം We are in a hopeless world. ഇന്ന് യാതൊരു പ്രത്യാശയും ഇല്ലാത്ത ഒരു ലോകത്തിൽ നാം We are in a filthy world. ഇന്ന് മാലിന്യങ്ങൾ നിറഞ്ഞതാണ് നമ്മളുടെ ലോകം. In that world, do everything without lying and without dispute. That speaks about our words. ഇങ്ങനെയുള്ള ലോകത്തിൽ പെറുപെറുപ്പ് കൂടാതെ കള്ളം പറയാതെ ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് പറയുന്നു. നാം ഉപയോഗിക്കേണ്ട വാക്കുകളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. When Jesus began to move out in the public, യേശു തന്റെ പരസ്യ ശുശ്രൂഷയിൽ മറ്റാൾക്കാരോടൊപ്പം കഴിഞ്ഞപ്പോൾ, you know, people were wonderstruck and they put their fingers on their mouths in amazement. യേശുവിന്റെ പ്രവർത്തനം കണ്ട് അത്ഭുത സ്തബ്ധരായി തീർന്ന ആൾക്കാരെ കുറിച്ച് നാം വായിക്കും. You know what they said? അവർ പറഞ്ഞത് എന്താണ്? Is he not a carpenter? ഇദ്ദേഹം ഒരു തച്ചനല്ലേ? Is not he dad a carpenter? അദ്ദേഹം ഒരു ആശാരിയുടെ മകനല്ലേ? How come so gracious words come out of his mouth? ഇദ്ദേഹത്തിൽ നിന്ന് ഇത്ര ലാവണ്യ വാക്കുകൾ എങ്ങനെ പുറപ്പെടും? I don't know how much you understood that passage, but I have understood it correctly. ഈ ഭാഗം നിങ്ങൾ വായിച്ചപ്പോൾ ഈ വിധത്തിൽ ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിത് ഈ വിധത്തിൽ നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട്. Once I was supervising the work of the construction of the operation theaters in the CMC hospital. CMC ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ നിർമ്മാണ ചുമതലയ്ക്ക് ഞാൻ മേൽനോട്ടം വഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. After detailing the work to about 100 men workforce, അവിടെ ഏതാണ്ട് 100ഓളം വരുന്ന ആൾക്കാര് പണിക്കാരായിട്ടുണ്ട്. അവരോട് ഈ ജോലിയെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ around 11 o'clock I went on a rounds for supervision. 11 മണിയോടുകൂടെ ഇതിനൊന്ന് മേൽനോട്ടം വഹിക്കുവാനായിട്ട് പണികളൊക്കെയും നോക്കി കാണുവാനായിട്ട് ഞാനൊന്ന് പോയി. There was a big noise from inside a theater. ഒരു തിയേറ്ററിനകത്ത് നിന്ന്, ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നിന്ന് വലിയ ശബ്ദം പുറത്തേക്ക് വരികയാണ്. They were giving the finishing touches to that special theater. ആ പ്രത്യേകമായിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിന്റെ അവസാന മിനുക്ക് പണികൾ ചെയ്യുകയാണ്. The head mason was shouting at his fellow masons. അവിടുത്തെ ആ പ്രധാനപ്പെട്ട ജോലികൾ ചെയ്തിരുന്ന ആ മേസ്ത്രി അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റാൾക്കാരോട് വളരെ കോപത്തിൽ ഉറക്കെ സംസാരിക്കുകയാണ്. Vulgar words and abusive language. വളരെ മോശമായ മലിനമായ വാക്കുകളാണ് അദ്ദേഹം I didn't ഉപയോഗിക്കുന്നത്. know whether I should get in there or I should go out and then come back a little later. അങ്ങോട്ട് അപ്പൊ തന്നെ കയറിപ്പോണോ അതോ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരുന്നതാണോ നല്ലത് എന്ന് എനിക്ക് തീരുമാനിക്കുവാൻ പ്രയാസമായിരുന്നു. I ventured to go in. ഏതായാലും ഞാൻ അകത്തേക്ക് കയറി. I put my hand just at the back of and gave him a pat. ഞാൻ അദ്ദേഹത്തിന്റെ പുറത്ത് മൃദുവായിട്ട് ഒന്ന് തട്ടി. Turned
going back to see it was I, and he was shattered. ഞാനാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് വലിയൊരു പ്രയാസമുണ്ടായി. He said, sorry sir. അദ്ദേഹം എന്നോട് വളരെയേറെ ക്ഷമയൊക്കെ ചോദിച്ചു. Then I asked him a question. ഞാനൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. Mestri, why are you using this kind of language? മേസ്ത്രി എന്തിനാണ് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്? You know what he answered? അദ്ദേഹം പറഞ്ഞത്, very sorry sir for using these words. സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം. But that is the only language they will understand. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവന്മാരുടെ തലയിൽ വല്ലതും കയറുള്ളൂ. That's the only language they will understand. ഇവന്മാരോട് എന്തെങ്കിലും പറയണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ. You meet the lorry drivers in India. Lorry drivers have got their own language. ഇന്ത്യയിലെ ലോറി ഡ്രൈവർമാരോട് സംസാരിക്കണമെങ്കിൽ അവർക്ക് അവരുടേതായ ചില ഭാഷാ ശൈലികളുണ്ട്. You go to Madras and meet with the auto rickshaw walas. They have their own language. മദ്രാസിലേക്ക് ചെന്ന ഓട്ടോ ഡ്രൈവർമാരോട് സംസാരിച്ചാൽ അവർക്കൊരു പ്രത്യേക ഭാഷയുണ്ട്. Come to Vellore and see the town bus drivers and conductors. It is totally a different language. വെല്ലൂര് വന്ന് അവിടെയുള്ള ബസ്സിലെ ഡ്രൈവർമാരോടും കണ്ടക്ടർമാരോടും ഇടപെട്ടാൽ അവർക്കും പ്രത്യേകമായ വ്യത്യസ്തമായ ഒരു ഭാഷാ ശൈലിയുണ്ട്. Each profession has got a language according to its fineness and culture. ഓരോ തൊഴിലിനും ആ തൊഴിലിന്റെ രീതി അനുസരിച്ച് അതിന്റെ സംസ്കാരം അനുസരിച്ചുള്ള ഒരു ഭാഷാ ശൈലിയും ഉണ്ടാവും. A carpenter will not speak a cultured language. ഒരു ആശാരിക്ക് ഒരു സാംസ്കാരികമായി ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. A carpenter is not an official to speak selective words. വളരെ തിരഞ്ഞെടുക്കപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കേണ്ട ഒരു തൊഴിലിലല്ലോ അദ്ദേഹം പ്രവർത്തിക്കുന്നത്. Not a carpenter from Jerusalem, but he was a carpenter from an obscure village called Nazareth, from which people say, can any good thing come out of this Nazareth? എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇവിടുന്ന് വരുവാൻ സാധിക്കുമോ എന്ന് ആൾക്കാർ സംശയത്തോടെ നോക്കുന്നത് നസ്രത്ത് എന്ന് പറഞ്ഞാൽ ആരും അറിയാത്ത ഒരു ചെറു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു ആശാരി എത്രമാത്രം നല്ല ഭാഷ ഉപയോഗിക്കുവാൻ സാധിക്കും. Useless place and unattractive profession. യാതൊരു ഗുണവും പിടിക്കാത്ത ഒരു സ്ഥലം, ഒട്ടും ആകർഷകമല്ലാത്ത ഒരു ജോലി. But that man speaks gracious words. They said, hey, he's a carpenter, but look at the language he speaks. Gracious words came out of his mouth. അവിടുന്ന് വരുന്ന ഈ ആശാരി പയ്യൻ ഇവൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇത് എത്ര ലാവണ്യമുള്ള എത്ര മനോഹരമായ വാക്കുകളാണ്. ഇതാണ് അവർ പറയുന്നത്. Here is the message that comes to you this afternoon. ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾക്കുള്ള സന്ദേശം ഇതാണ്. Whatever may be your profession, നിങ്ങളുടെ ജോലി എന്ത് തന്നെ ആവട്ടെ, whatever may be the situation that you are placed in, നിങ്ങളായിരിക്കുന്ന സാഹചര്യം എന്തായിക്കോട്ടെ, whatever may be the conflict that you might be going through in your work spot, നിങ്ങളുടെ തൊഴിലിന്റെ അവസ്ഥയിൽ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്തുമാവട്ടെ, whoever may be your superior and whoever may be your subordinate, നിങ്ങളുടെ മേലധികാരി ആരായിരിക്കട്ടെ, നിങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്നവർ ഏത് തരത്തിലുള്ളതാവട്ടെ, let there be 101 favorable and unfavorable situation. നിങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായ 100-101 സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ. Wherever you are, you must be a Christian. നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ നിങ്ങൾ ഒരു ക്രൈസ്തവനാകുവാൻ If വിളിക്കപ്പെട്ടിരിക്കുന്നു. you are a doctor, you must remember you are a Christian doctor. ഒരു ഡോക്ടറെങ്കിൽ നിങ്ങൾ ഒരു ക്രൈസ്തവനായ ഡോക്ടറാണെന്ന് ഓർക്കുക. If you are a professor, you must remember you are a Christian professor. ഒരു പ്രൊഫസർ ആണെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായ പ്രൊഫസറാണ് എന്ന് മറക്കരുത്. That word Christian, and it becomes an adjective that makes all the difference in the world. ഈ ലോകത്തിൽ കാര്യങ്ങളൊക്കെയും വളരെയധികമായിട്ട് മാറ്റിമറിക്കുന്ന ഒരു പ്രത്യേകമായ വിശേഷണമാണ് ക്രിസ്ത്യാനി എന്നത്. That I believe is a real revival. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഉണർവ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. God must need to shake British Isles with the power of the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയാൽ ബ്രിട്ടീഷ് ദ്വീപുകളെ പിടിച്ചു കുലുക്കുവാനായിട്ട് ജോൺ വെസ്ലിയെ ദൈവം ഉപയോഗിച്ചു. So what happened when revival fires were poured out in the ministry of John Wesley? ജോൺ വെസ്ലിയുടെ പ്രവർത്തനത്തിൽ കൂടെ ഉണർവിന്റെ ആത്മാവ് സ്ഥലത്ത് വീശിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാമോ? People stopped cursing one another. മറ്റുള്ളവരുടെ നേരെ ശാപവാക്കുകൾ ഉപയോഗിക്കുന്ന ശീലത്തിൽ നിന്ന് ജനം പിന്മാറി. Those days mine workers were known for abusive language and filthy words. വളരെ മലിനമായ വാക്കുകളും മോശമായ ഭാഷ ഉപയോഗിക്കുന്നതിൽ അന്ന് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തികളായിരുന്നു ഖനികളിൽ ജോലി ചെയ്യുന്നവർ. But when the Holy Spirit in His power and glory visited Britain, even mine workers, they stopped swearing and cursing. എന്നാൽ തന്റെ ശക്തിയിലും മഹത്വത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബ്രിട്ടീഷ് ദ്വീപുകളിൽ കൂടെ വീശിയപ്പോൾ ഖനികളിൽ ജോലി ചെയ്യുന്നവർ അവരുടെ അശുദ്ധമായ മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് പിന്മാറി. Not before coming to the pulpit, but before going to the work spot, you need to pray, may the words of my mouth and the thoughts of my heart, O Lord, be found acceptable and pleasing in your sight. അതുകൊണ്ട് കർത്താവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ചിന്തകളും നിനക്ക് പ്രസാദകരമായിരിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന നിങ്ങൾ ഉപയോഗിക്കുന്നത് പ്രസംഗ പീഠത്തിലേക്ക് വരുമ്പോഴല്ല, നിങ്ങളുടെ സാധാരണ തൊഴിൽ മേഖലയിലേക്ക് പോകുമ്പോൾ തന്നെ ആയിരിക്കും. It is not thoughts of my heart first and words of my mouth second. No, it says words of my mouth and thoughts of my heart be found acceptable and pleasing in your sight. Psalm 19:14.
19 സങ്കീർത്തനം 14 വാക്യത്തിൽ പറയുമ്പോൾ എന്റെ ഹൃദയത്തിലെ ചിന്തകളും എന്റെ വായിലെ വാക്കുകളും എന്ന ക്രമത്തിലല്ല പറയുന്നത്. എന്റെ വായിലെ വാക്കുകളും അതിനുശേഷം എന്റെ ഹൃദയത്തിലെ ചിന്തകളും ഈ ക്രമത്തിലാണ് അവിടെ പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. The order of a list is always important in biblical interpretation. വേദപുസ്തക വ്യാഖ്യാനത്തിൽ, വേദപുസ്തക വിചിന്തനത്തിൽ ഒരു പട്ടിക പറയുമ്പോൾ അതിലെ മുൻഗണനാക്രമം വളരെ ശ്രദ്ധേയമാണ്. So in your work spot you can show that you are a Christian or you are holy by your words. അതുകൊണ്ട് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങളുടെ വാക്കുകളിൽ കൂടെ നിങ്ങൾ ഒരു ക്രൈസ്തവനാണോ അല്ലയോ എന്ന് പ്രദർശിപ്പിക്കുവാൻ സാധിക്കും. Secondly, in the area of sexual purity. രണ്ടാമത് ലൈംഗികപരമായ കാര്യങ്ങളിൽ ഉള്ള ആ ഒരു വിശുദ്ധി. Wherever God places you, ദൈവം നിങ്ങളെ എവിടെയാക്കിയാലും, it may be a place where you don't need to go after a woman, but a married woman, the wife of your boss, may come after you to entice you and to pull you with your shirt, and you have to say, very sorry madam, run away for life. നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയിൽ നിങ്ങൾ ഒരു പരസ്ത്രീയെ തേടി പോകേണ്ട ഒരു സാഹചര്യമായിരിക്കില്ല. എന്നാൽ അവിടെ തന്നെയുള്ള വിവാഹിതയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ നിങ്ങളുടെ ബോസിന്റെ ഭാര്യ തന്നെ നിങ്ങളെ പരീക്ഷിക്കുവാനായിട്ട് ശ്രമിച്ചു എന്ന് വരാം. എന്നാൽ അവിടെ നിങ്ങൾ അതിൽ നിന്ന് വിട്ട് ഓടിപ്പോകേണ്ട ഒരു ആവശ്യമുണ്ട്. Don't blame the work spot. നിങ്ങളുടെ തൊഴിൽ ചെയ്യുന്ന മേഖലയെ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. If you are a Joseph, നിങ്ങൾ ഒരു യോസഫ് ആണെങ്കിൽ, whether you are in Palestine or you are in Egypt, you will be always a Joseph. നിങ്ങൾ പലസ്തീനിലോ ഈജിപ്തിലോ എവിടെയാണെങ്കിലും യോസഫ് തന്നെയായിരിക്കും. Joseph, wherever you put him, must be a Joseph. Otherwise, he is not a Joseph. എവിടെയാണെങ്കിലും യോസഫിന്റെ സ്വഭാവം കാണിച്ചെങ്കിൽ മാത്രമേ അവനെ യോസഫ് എന്ന് വിളിക്കുവാൻ സാധിക്കുകയുള്ളൂ. What did he do? യോസഫ് ചെയ്തത് എന്താണ്? He refused to be with her. ആ ഒരു സ്ത്രീയോടൊപ്പം കഴിയുന്നതിൽ അവൻ He വിസമ്മതിച്ചു. ran away from enticement. അവന് ആ പരീക്ഷണത്തിൽ നിന്ന് ഓടി മാറി. He was mistreated. അവൻ അതുകൊണ്ട് ഇന്ന് മാത്രം പീഡനം അനുഭവിച്ചു. And dealings with him were very unjust. അവന് നേരെയുള്ള സമീപനം എത്രമാത്രം ന്യായരഹിതമായിരുന്നു. They put him in prison. അവനെ കാരാഗൃഹത്തിൽ അടച്ചു. He did not argue. അവൻ അതിനൊന്നിനും മറുത്തു He did പറഞ്ഞു. not try to justify. തന്നെ ന്യായീകരിക്കുവാൻ അവൻ He ശ്രമിച്ചില്ല. kept quiet. അവൻ മിണ്ടാതിരുന്നു. Because he kept quiet, everybody thought that he was at fault. യോസഫ് മിണ്ടാതിരുന്നത് കൊണ്ട് പല ആൾക്കാരും ഇവൻ കുറ്റം ചെയ്ത ആളാണെന്ന് ചിന്തിച്ചു. But his strength was not in argument. His strength was in the Lord, before whom he was walking holy. യോസഫിന്റെ ജീവിതത്തിന്റെ ശക്തി മറ്റുള്ളവരോട് വാദപ്രതിവാദം ചെയ്യുന്നതില്ല. താൻ വിശുദ്ധനായിട്ട് നടന്ന് സേവിച്ച ആ ദൈവത്തിന് മുമ്പാകെ ജോസഫ് ശക്തിയുള്ളവനായിരുന്നു. Shun adultery like idolatry. വിഗ്രഹാരാധനയുടെ ആ പാപം പോലെ തന്നെ വ്യഭിചാരത്തിന്റെ പാപത്തെയും നിങ്ങൾ വിട്ടുവിടുക. Any sin a man does is outside his body, but the sin of sexual immorality is against one's own body. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും അവന്റെ ശരീരത്തിന് പുറത്താണ്. എന്നാൽ ലൈംഗികമായ പാപങ്ങൾ അവന്റെ ശരീരത്തിനുള്ളിലുള്ള പാപമാണ്. So if you are a Christian, God has put you there in your work spot to demonstrate that you can live holy in an unholy world. നിങ്ങൾ ഒരു ക്രൈസ്തവനാണ് എങ്കിൽ ദൈവം നിങ്ങളെ ഒരു പ്രത്യേക ജോലി മേഖലയിൽ ആക്കിയിരിക്കുന്നുവെങ്കിൽ ഈ ഒരു കാര്യം പ്രദർശിപ്പിക്കുവാൻ വേണ്ടിയാണ്. ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ വിശുദ്ധരായിട്ട് ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. People talk about great miracles. വളരെ വലിയ ശ്രേഷ്ഠമായ അത്ഭുതങ്ങളെ കുറിച്ച് അനേകരും പറയാറുണ്ട്. You know what is the greatest miracle in the world? എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? The greatest miracle in the world is God taking an unholy man out of an unholy world, making him holy, putting him back into that unholy world and keeping him holy. അശുദ്ധി നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് അശുദ്ധനായ ഒരു വ്യക്തിയെ ദൈവം പിടിച്ചു വലിച്ച് അവനെ വിശുദ്ധനാക്കിയ ശേഷം വീണ്ടും ആ അശുദ്ധി നിറഞ്ഞ ലോകത്തിലേക്ക് അവനെ കൊണ്ടുപോവുകയും അവിടെ അവനെ വിശുദ്ധനായിട്ട് നിലനിർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം. അതിനാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Any other miracle is a secondary miracle. മറ്റ് ഏത് അത്ഭുതവും എടുക്കുക, ഇതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അതിന്റെ രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ. Why has God kept you there? ദൈവം നിങ്ങളെ എന്തിന് ഒരു പ്രത്യേക In order മേഖലയിലാക്കിയിരിക്കുന്നു? to demonstrate that you can live holy in an unholy world. അശുദ്ധമായ ലോകത്തിൽ വിശുദ്ധരായി ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് പ്രദർശിപ്പിക്കുവാൻ വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. Number 2, രണ്ടാമതായി why has God kept you there? ദൈവം എന്തിന് നിങ്ങളെ ഒരു To സ്ഥാനത്താക്കിയിരിക്കുന്നു? demonstrate that we can be honest in a corrupt world. അഴിമതി നിറഞ്ഞ ഈ ലോകത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായി ജീവിക്കുവാൻ സാധിക്കും എന്ന് പ്രദർശിപ്പിക്കും. To demonstrate that we can be honest in a corrupt world. അനീതിയുടെ ഈ ലോകത്ത് നീതിപൂർവ്വം ജീവിക്കുവാൻ സാധിക്കും എന്ന് പ്രദർശിപ്പിക്കുവാൻ ദൈവം നിങ്ങളെ വിളിച്ച് ഒരു സ്ഥാനത്താക്കിയിരിക്കുന്നു. To err is human. തെറ്റുപറ്റുക എന്നത് മനുഷ്യ സഹജമാണ്. Everybody makes mistakes. എല്ലാവർക്കും തെറ്റുപറ്റാറുണ്ട്. Making a mistake is not a mistake. ഒരു തെറ്റ് പറ്റിപ്പോയി എന്നത് അതിൽ തന്നെ ഒരു തെറ്റല്ല. But covering the mistake or
blame shifting is a mistake. എന്നാൽ തെറ്റ് മൂടി വയ്ക്കുകയോ നമ്മളുടെ തെറ്റിന്റെ ഉത്തരവാദിത്വം മറ്റൊരാളിൽ ആരോപിക്കുകയോ ചെയ്യുന്നത് ഗൗരവമായ കുറ്റം തന്നെയാണ്. If in your work spot some mistake has happened and if you are responsible for it, accept the moral responsibility. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ അത് നിങ്ങളുടെ ആ ഒരു ഉത്തരവാദിത്തത്തിലാണ് ആ കുഴപ്പം ഉണ്ടായതെങ്കിൽ ആ കുഴപ്പത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുക. You know, when we want to take a credit for work, we will say, I did it. But when there is a mistake, we say, we did it. ഒരു ജോലി ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ മഹത്വം എടുക്കണമെങ്കിൽ പറയും ഞാനാണ് ഇത് ചെയ്തത്. എന്നാൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ പറയും ഞങ്ങളാണ് ഇത് ചെയ്തത്. Maybe you are working in a lathe. എന്തെങ്കിലും ഇരുമ്പ് പണിശാലയിലായിരിക്കാം നിങ്ങൾ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇരുമ്പുരുക്കുന്ന ഒരു മേഖലയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആശാരിയുടെ കൂടെ ആയിരിക്കാം, നിങ്ങൾ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ആ പ്രത്യേക പണിശാലയിലായിരിക്കാം. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെയെല്ലാം ഒരു തെറ്റ് പറ്റുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. എന്നാൽ ഇവിടെയൊക്കെ വരുന്ന തെറ്റുകൾ വളരെ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്നതാണ്. True manliness, യഥാർത്ഥ പുരുഷത്വം എന്ന് പറയുന്നത് is saying I am sorry. എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥ പുരുഷത്വം. True manliness is saying I am wrong. എനിക്ക് തെറ്റുപറ്റി, ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് പറയുന്നതിൽ നമ്മുടെ യഥാർത്ഥ മനുഷ്യഭാവം കാണാം. ഒരിക്കൽ കൂടെ പറയട്ടെ, ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. ഞാൻ ഒന്നാമതായി അടിസ്ഥാനപരമായ ഒരു ക്രിസ്ത്യാനിയാണ്. Secondly, I am an Indian. ഞാൻ ഒരു ഭാരതീയനാണ് എന്നത് അടുത്ത കാര്യം. And thirdly, I am a Tamilian. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് മൂന്നാമതായിട്ട് പറയുന്ന കാര്യം. This is my order as to how I think about myself. എന്നെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതിന്റെ മുൻഗണനാ ക്രമം ഇതാണ്. A Christian, ക്രിസ്ത്യാനി എന്നത് പ്രഥമ സ്ഥാനത്ത്, and an Indian, ഭാരതീയൻ എന്നത് രണ്ടാം സ്ഥാനത്ത്, and a Tamilian, തമിഴ്നാട്ടുകാരൻ എന്നത് മൂന്നാം സ്ഥാനത്ത്. And I have traveled and preached in almost all the states of this country. ഈ രാജ്യത്തിന്റെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഞാൻ ദൈവവചനവുമായിട്ട് പോയിട്ടുണ്ട്. Each state has got its own traits. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ ചില സവിശേഷതകൾ, രീതികളുണ്ട്. Each state has got its own habitual behavior. ഈ പ്രത്യേകമായ ചില സ്വഭാവ രീതികൾ ഓരോ സംസ്ഥാനത്തിനുമുണ്ട്. I want to tell you something about Keralite Christians. കേരള ക്രൈസ്തവരെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറയട്ടെ. Don't get angry with me. I will leave by 4:30 today. ഇത് പറയുമ്പോൾ ദേഷ്യപ്പെടരുത്. 4:30 ഞാൻ ഇവിടെ വിട്ടു പോവുകയാണ്. You are very intelligent. നിങ്ങൾ വളരെ ബുദ്ധിയുള്ളവരാണ്. You are very smart. വളരെ ഊർജ്ജസ്വലതയുള്ള ബുദ്ധിപൂർവ്വതയുള്ള ആൾക്കാരാണ്. You are very enterprising. വളരെയേറെ മുൻപോട്ട് പോകാനുള്ള കഴിവുകളുള്ളവരാണ്. And you are very adjustable. എല്ലാ വിവിധ സാഹചര്യങ്ങളോട് ഇണങ്ങി പോകാനും കേരളീയർക്ക് സാധിക്കും. You can accommodate yourself in any situation. ഏത് പ്രത്യേക സാഹചര്യത്തോടും ഇഴകിച്ചേരുവാനും നിങ്ങൾക്ക് കഴിയും. Don't ask me how you know that, brother. You are in Tamil Nadu. How do you know that? തമിഴ്നാട്ടിൽ കഴിയുന്ന താങ്കൾ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി എന്നോട് ചോദിക്കരുത്. I am not living in Kerala, but I am living in a small Kerala. We have a small Kerala in Vellur. ഞാൻ കേരളത്തിലല്ല, എങ്കിലും വെല്ലൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു കേരളത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. And I have also worked in that small Kerala for 5 years. 5 വർഷം ആ ഒരു കൊച്ചു കേരളത്തിലാണ് ഞാൻ ജോലി ചെയ്തത്. You know, I will tell you something. ഞാൻ ഒരു കാര്യം പറയട്ടെ. You have one weakness. ഒരു കുഴപ്പം നമുക്കുണ്ട്. Not accepting personal responsibility for a fault. ഒരു തെറ്റ് പറ്റിയാൽ അതിന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ മലയാളിക്ക് കഴിയത്തില്ല. You will keep on arguing. നമ്മൾ ഇങ്ങനെ അതിനെക്കുറിച്ച് വാദപ്രതിവാദം നടത്തിക്കൊണ്ടേയിരിക്കും. Never accept. You will only raise your voice. നമ്മളിങ്ങനെ ഒച്ചകൂട്ടിക്കൊണ്ട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരിക്കലും ആ ഉത്തരവാദിത്വം സ്വയമായി ഏറ്റെടുക്കുകയില്ല. After a lengthy discussion, there will be more heat generated than light. ദീർഘമായ ഒരു ചർച്ചയ്ക്ക് ശേഷം അവിടെ വളരെയേറെ ചൂടുണ്ടാകും, പക്ഷെ വെളിച്ചം ആരുടെയും കയ്യിൽ കാണുക. Don't immediately think that Tamilians are heavenly minded. ഇതൊക്കെ പറയുന്നതുകൊണ്ട് തമിഴ്നാട്ടിലുള്ളവരങ്ങനെ സ്വർഗ്ഗത്തിൽ നിന്ന് വന്നാണെന്ന് ചിന്തിക്കരുത്. When I speak in Tamil Nadu, I will tell them what I should tell them. ഞാൻ തമിഴ്നാട്ടിൽ പ്രസംഗിക്കുമ്പോൾ അവരോട് പറയാൻ എനിക്ക് വേറെ ചില കാര്യങ്ങൾ അത് ഞാൻ അവിടെ പറയാം. In Kerala, I am telling you. ഇപ്പൊ കേരളത്തിലാണ് മലയാളികളെ കുറിച്ച് പറയുന്നത്. If you are a Christian man, ഒരു ക്രൈസ്തവനായ പുരുഷത്വം ഉള്ള വ്യക്തിയാണ്, Christian woman, ക്രൈസ്തവ ദർശനമുള്ള ഒരു വനിതയാണെങ്കിൽ points out that what you have done is not right. നിങ്ങൾ ചെയ്ത ഒരു കാര്യം തെറ്റായി പോയി എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു, Don't argue. നിങ്ങൾ അതേക്കുറിച്ച് തർക്കിക്കരുത്. Don't try to just cover up things. കാര്യങ്ങൾ മൂടി വെക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. Yes, I am wrong. അതെ, എനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുക. താങ്കൾ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് സമ്മതിക്കുക. Yes, it is I who is at fault. അതെ, എന്റെ ഭാഗത്താണ് തെറ്റ്. That's manliness. ഇതാണ് യഥാർത്ഥ മനുഷ്യന്റെ That is ഭാവം. manliness. ഇതാണ് യഥാർത്ഥ പുരുഷൻ. There were 2 kings in Israel. ഇസ്രായേലിൽ 2 രാജാക്കന്മാരുണ്ടായിരുന്നു. One was Saul. ഒന്ന് ശൗൽ, The other was David. ദാവീദാണ് രണ്ടാമത്തെ. Saul was the first
king of Israel. ആദ്യത്തെ രാജാവ്, ഇസ്രായേലിന്റെ ആദ്യ രാജാവായിരുന്നു ശൗൽ. But David was the best king of Israel. എന്നാൽ ഇസ്രായേലിലെ ശ്രേഷ്ഠനായ രാജാവ് ദാവീദായിരുന്നു. What was the difference between these two people? എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കുക. Very simple difference. വളരെ ലളിതമായ God വ്യത്യാസം. told Saul to destroy all the booty of the Amalekites. അമാലേക്യരിൽ നിന്ന് പിടിച്ചെടുത്ത സകല കാര്യങ്ങളും ഉന്മൂലനാശം വരുത്തുവാനായിട്ട് ശൗലിനോട് ദൈവം പറഞ്ഞു. But Saul wanted to keep the best of things. എന്നാൽ അതിൽ ചില നല്ല കാര്യങ്ങൾ മാറ്റിവെക്കുവാൻ ശൗൽ ആഗ്രഹിച്ചു. And when he was confronted by the prophet, പ്രവാചകൻ ഈ കാര്യത്തെക്കുറിച്ച് അവനോട് ചോദിച്ചപ്പോൾ you know what he said? ശൗൽ പറഞ്ഞത് എന്താണ്? I didn't do anything. ഞാനായിട്ടൊന്നും ചെയ്തില്ല. People persuaded me and they pressurized me and I yielded. ജനങ്ങൾ എന്നെ വളരെയധികമായിട്ട് നിർബന്ധിച്ച് പ്രേരിപ്പിച്ചു, അതുകൊണ്ട് ഞാനത് ചെയ്തതാണ്. A king, a shepherd throwing the blame on the sheep. ഇതാ ഒരു രാജാവ്, ഒരു ആട്ടിടയൻ ആ ആട്ടിൻകൂട്ടത്തിന്റെ മേൽ ആ കുറ്റം ആരോപിക്കുന്നു, പഴി അവരുടെ മേൽ ചാരുന്നു. How about David? എന്നാൽ ദാവീദിനെ നോക്കുക. When he was confronted with his sin, തന്റെ പാപത്തെക്കുറിച്ച് ദാവീദിന് ബോധം വന്നപ്പോൾ you know what he said? ആ പാപത്തെക്കുറിച്ച് അവനോട് പറഞ്ഞപ്പോൾ ദാവീദ് എന്ത് പറഞ്ഞു? It is I who sinned, what shall the sheep do? പാപം ചെയ്തത് ഞാനാണ്, ആടുകൾ എന്ന് വിളിച്ചു. What's the difference between Saul and David? ശൗലും ദാവീദും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. Saul will put the blame on the sheep, but David will accept the blame on himself, who was the shepherd. ആടുകളുടെ മേൽ ആ കുറ്റം ആരോപിക്കുന്ന, കുറ്റം തള്ളിയിടുന്ന ശൗൽ ഒരു ഭാഗത്ത്, എന്നാൽ ആടുകളുടെ ഇടയനായ ദാവീദ് സ്വയമായി കുറ്റം ഏറ്റെടുക്കുന്നയാളെ നാം മറുഭാഗത്ത് കാണാം. David committed more blunders than Saul. ശൗൽ ചെയ്തതിനെക്കാട്ടിൽ തീവ്രമായ കുഴപ്പങ്ങളാണ് ദാവീദ് വരുത്തി വെച്ചത്. But God said he is a man after my own heart. എന്നാൽ ദൈവം പറഞ്ഞു, ദാവീദ് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. Because he had the ability to say, I have sinned. ഞാൻ പാപം ചെയ്തു എന്ന് പറയുവാനുള്ള ചങ്കൂറ്റം ദാവീദിനുണ്ടായിരുന്നു. This is a corrupt world. ഇത് അഴിമതി നിറഞ്ഞ ഒരു ലോകമാണ്. Honesty has become the rarest commodity in our society. ആത്മാർത്ഥത എന്നത് ഇന്ന് അമൂല്യമായ ഒരു വസ്തുവായി മാറിയിരിക്കുകയാണ്. Everywhere there is bribery. എല്ലായിടത്തും കൈക്കൂലിയാണ്. Bring forth fruits worthy of repentance. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക. And people came to John the Baptist. ഇത് കേട്ടപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ അടുത്തേക്ക് ജനം വന്നു. The policeman asked John the Baptist, what shall we do? പോലീസുകാർ വന്ന് യോഹന്നാൻ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? He said, be satisfied with your wages and don't take bribery from the accused. കൈക്കൂലി മേടിക്കരുത്, കുറ്റം ആരോപിക്കപ്പെട്ടവരിൽ നിന്ന് യാതൊന്നും മേടിക്കരുത്, നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്ക് മതിയെന്ന് കണക്കാക്കി. Tax collectors came to John the Baptist. ചുങ്കം പിരിക്കുന്ന ആൾക്കാർ യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ What shall we do? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? He said, don't extract more than what is due to be paid to the government. സർക്കാരിന് കൊടുക്കേണ്ട ആ നികുതി മാത്രം നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ചുമത്തുക, അതിനപ്പുറമായി ഒരു നാണയം പോലും വാങ്ങിക്കുക. There is false accounting everywhere. ഇന്ന് പല സ്ഥലങ്ങളിലും തെറ്റായ കണക്കുകൾ സൂക്ഷിക്കുന്ന In പ്രവണതയുണ്ട്. Christian organizations, there is cooking up of accounts. ഇന്ന് ക്രൈസ്തവ സംഘടനകളിൽ പോലും കണക്കുകൾ വളച്ചൊടിക്കുന്ന ഒരു പ്രവണത കാണുന്നു. I know some very senior income tax officials in Tamil Nadu. തമിഴ്നാട്ടിലെ വളരെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ എനിക്കറിയാം. And some of them are very close friends for me. അവരിൽ ചിലരുടെ അടുത്ത സ്നേഹിതരുമാണ്. And some of them are my own disciples. അവരിൽ ചിലരെ ഞാൻ പഠിപ്പിച്ചതുമാണ്. But they have spoken to me some of the things which are heartbreaking. അവർ ചിലർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഹൃദയഭേദകങ്ങളാണ്. You know what they say? അവർ പറഞ്ഞത് എന്തൊക്കെയാണ്? Brother Stanley, some of the Christian ministers in Madras, very senior popular ministers in Madras, they bribe us in the income tax department. ബ്രദർ സ്റ്റാൻലി, ഇന്ന് മദ്രാസിലെ വളരെ ഉയർന്ന നിലയിലുള്ള ക്രൈസ്തവ ശുശ്രൂഷയിലായിരിക്കുന്ന ആൾക്കാർ അവര് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഞങ്ങൾക്ക് കൈക്കൂലി തരുവാനായിട്ട് മുമ്പോട്ട് വരും. Where is Christianity going? ക്രൈസ്തവത്വം ഇന്ന് എവിടേക്കാണ്? Where is Christianity going? എവിടേക്കാണ് ഈ ക്രൈസ്തവ മതം We പോകുന്നത്? bribe the income tax officers who are mostly Brahmins in the income tax department, and you go and preach the gospel in the Marina Beach, and they'll be wondering, what is this man doing there? ഇൻകം ടാക്സ് മേഖലയിലുള്ള വളരെയേറെ ബ്രാഹ്മണന്മാരുള്ള ആ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന് കൈക്കൂലി കൊടുക്കുന്ന ഇവർ തന്നെയാണ് മെറീന ബീച്ചിൽ പോയി സുവിശേഷം പ്രസംഗിക്കുന്നത്. അപ്പോൾ ഈ കൈക്കൂലി ഇവരിൽ നിന്ന് സ്വീകരിക്കുവാൻ പ്രേരിതരായ ആൾക്കാർ ഇവരെ കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുക? When you return from Gulf, when you return from Europe, when you return from West, your suitcases are filled with dutiable goods, but you write no dutiable goods, nothing. You walk through the green channel until an officer stops you and he finds you are a preacher. ഗൾഫിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നോ വരുമ്പോൾ നിങ്ങളുടെ സ്യൂട്ട് കേസിനകത്ത് നികുതി കൊടുക്കേണ്ടതായ, ഡ്യൂട്ടി കൊടുക്കേണ്ടതായ പല കാര്യങ്ങളുണ്ടെങ്കിലും ഡ്യൂട്ടി കൊടുക്കേണ്ടതായ യാതൊന്നുമില്ല എന്ന് എഴുതി വെച്ചുകൊണ്ട് ഗ്രീൻ ചാനലിൽ കൂടെ നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ നിങ്ങളെ തടസ്സപ്പെടുത്തുമ്പോൾ എന്താണ് പറയുവാൻ? What does the Bible say? വേദപുസ്തകം എന്താണ് പറയുന്നത്? Obey all
authority, സകല because no authority is apart from God. ദൈവത്തിൽ നിന്ന് നൽകപ്പെട്ടതല്ലാതെ യാതൊരു അധികാരവും ഇല്ലാത്തതിനാൽ സകല അധികാരത്തിനും കീഴ്പ്പെട്ടിരിക്കുക എന്ന് വേദപുസ്തകം Civil പറയുന്നു. government is an instrument in the hand of God to maintain law and order in the society. ഈ സമൂഹത്തിൽ നീതിയും ന്യായവും നടപ്പാക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ കയ്യിലെ ആയുധങ്ങളാണ് ഇന്നത്തെ സർക്കാർ. Beware of the love of money, which leads to all sorts of malpractices in the handling of money. പണത്തിന്റെ വ്യയത്തിൽ സകലവിധ തെറ്റുകളും ചെയ്യുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്ന പണത്തോടുള്ള സ്നേഹത്തെ നാം സൂക്ഷിച്ച് We ഒഴിയേണ്ടതായി. are serving God. നാം സേവിക്കുന്നത് ദൈവത്തെയാണ്. Cannot serve God and money at the same time. ഒരേ സമയത്ത് ദൈവത്തെയും പണത്തെയും നമുക്ക് സേവിക്കുവാൻ സാധിക്കുകയില്ലല്ലോ. Money is a good servant, but a very cruel master. പണം എന്നത് നമുക്ക് നല്ലവണ്ണം ഉപയോഗിക്കുവാൻ പറ്റുന്ന ഒരു ദാസനാണ്. എന്നാൽ അത് നമ്മുടെ യജമാനനാണെങ്കിൽ അവൻ വളരെ ക്രൂരനായിരുന്നു. I want to speak to you, dear friends, in Kerala. കേരളത്തിലെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ. Once upon a time, ഒരു കാലത്ത് നടന്ന ഒരു Kerala was in the forefront of missionary evangelism. മിഷണറി സുവിശേഷീകരണ മേഖലയിൽ മുൻപന്തിയിൽ നിന്ന സംസ്ഥാനമാണ് കേരളം. In all pioneering missionary enterprise, Kerala was top in the list. ഇന്ന് ഭാരതത്തിന്റെ പല ഭാഗത്ത് സുവിശേഷീകരണ പ്രവർത്തനം ആദ്യമായിട്ട് ആരംഭിച്ചപ്പോൾ അതിന് ചുക്കാൻ പിടിച്ചത് മലയാളികളായിരുന്നു. Whichever village you go, there will be some witness for the gospel from the land of Kerala. ഏതൊരു ഗ്രാമത്തിൽ പോയാലും കേരളത്തിൽ നിന്ന് വന്ന ഏതെങ്കിലും ഒരു സുവിശേഷകൻ ക്രൈസ്തവ സാക്ഷ്യവുമായി അവിടെ They ചെന്നിട്ടുണ്ടാവും. will dare to go to difficult places to preach the gospel. കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ദുർഘടം നിറഞ്ഞ ഗ്രാമങ്ങളിലേക്ക് പോകുവാനായി, സ്ഥലങ്ങളിലേക്ക് പോകുവാനായി അവർ മുമ്പോട്ട് വന്നിരുന്നു. Hundreds and thousands of missionaries went to difficult places and suffered for the sake of the gospel. പ്രയാസം നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് സുവിശേഷത്തിന് വേണ്ടി കഷ്ടപ്പെടുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട നൂറുകണക്കിന് ആയിരക്കണക്കിന് സുവിശേഷകന്മാരുണ്ടായിരുന്നു. That is past history. ഇത് ഭൂതകാല ചരിത്രമാണ്. Kerala is no more in the forefront of missionary evangelism. Do you know that? ഇന്ന് സുവിശേഷീകരണ മേഖലയിൽ, മിഷണറി മേഖലയിൽ കേരളത്തിന്റെ സ്ഥാനം ഇന്ന് മുമ്പിലല്ല എന്നുള്ളത് നിങ്ങൾ It തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? is not even second in that list. ഇന്ന് ഒന്നാം സ്ഥാനത്ത് നിന്നല്ല, രണ്ടാം സ്ഥാനത്ത് പോലും കേരളത്തെ കാണുവാൻ പറ്റില്ല. What is the reason? കാരണം എന്താണ്? Love of money. ധനമോഹം എന്ന് തന്നെയാണ്. After Gulf money has started to flow into the state of Kerala, the victim or the casualty is missionary evangelism. ഗൾഫിൽ നിന്നുള്ള പണം കേരളത്തിലേക്ക് ഒഴുകുവാൻ തുടങ്ങിയപ്പോൾ അതിന്റെ ദുരന്ത ഫലം അനുഭവിച്ചത് ക്രൈസ്തവ സുവിശേഷീകരണ മേഖലയാണ്. If you want to accept this challenge and counter this challenge, meet with me in Vellore. You are not listening to a preacher. You are listening to a mission leader who has led a mission for 30 years. ഇത് നിങ്ങൾക്ക് ഈ ഒരു വെല്ലുവിളി നിങ്ങൾക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കുമെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വെല്ലുവിളിയായി ഉയരുന്നുവെങ്കിൽ, നിങ്ങൾ വെല്ലുവിളി വന്ന് എന്നെ സന്ദർശിക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾ കേവലം ഒരു പ്രസംഗകനല്ല ചെവി കൊടുക്കുന്നത്. 30 വർഷക്കാലം സുവിശേഷീകരണ മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. It is my burden. The God who once sent one of his 12 apostles to this land to minister for his word and the gospel will once again regain his past glory and will be really known as God's own country. കർത്താവായ യേശുക്രിസ്തു തന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളെ ഈ സ്ഥലത്തേക്ക് ഇവിടെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി അയച്ചു. ഈ സ്ഥലം ഇന്ന് അതിന്റെ പഴയ മഹത്വത്തിലേക്ക് ഉയർന്ന് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരിന് അർഹമാകത്തക്ക വിധത്തിൽ സുവിശേഷത്തിന്റെ ആത്മാവ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകട്ടെ, ഇവിടെ നിന്ന് ഒഴുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Love of money is the root of all evil, my Bible says. എന്റെ വേദപുസ്തകം പറയുന്നു, സകല ദോഷത്തിനും കാരണം ദ്രവ്യാഗ്രഹമാണ്. God has put you there in your work spot to demonstrate how you can be honest in a corrupt world. ഈ അഴിമതി നിറഞ്ഞ, അനീതി നിറഞ്ഞ ഈ ലോകത്ത് നിങ്ങൾക്ക് എങ്ങനെ ആത്മാർത്ഥമായി നിൽക്കുവാൻ സാധിക്കുമെന്ന് പ്രദർശിപ്പിക്കുവാൻ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ദൈവം ഇന്ന് നിങ്ങൾ. മൂന്നാമതായി, God has put you there to demonstrate that you can be hard working in this lazy world. അലസത നിറഞ്ഞ ഈ ലോകത്തിൽ കഠിനാധ്വാനം ചെയ്യുവാൻ കഴിവുള്ളവരാണ് നിങ്ങൾ എന്ന് പ്രദർശിപ്പിക്കുവാനായി ഒരു പ്രത്യേക തൊഴിൽ മേഖലയിൽ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നു. Once again, God has put you there. ദൈവം നിങ്ങളെ ഒരു സ്ഥലത്ത് ആക്കിയിരിക്കുന്നത് എന്തിനാണ്? Demonstrate that you can be hard working in this lazy world. ഈ അലസ ലോകത്തിൽ കഠിനാധ്വാനികളാണ് നമ്മൾ എന്ന് പ്രദർശിപ്പിക്കുവാനായി ദൈവം നിങ്ങളെ ഒരു സ്ഥാനത്താക്കിയിരിക്കുന്നു. I am ashamed to say India is one of the laziest nations in the world. ഇന്ന് ലോകത്തിൽ അലസത ബാധിച്ചിരിക്കുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്ന് ഭാരതമാണ്. That is why
matinee shows in cinema theaters are overflowing. അതുകൊണ്ടാണ് ഇന്ന് സിനിമാശാലകളിലെ ഉച്ചകഴിഞ്ഞുള്ള മാറ്റ്നികളിൽ ആൾക്കാർ നിറഞ്ഞു കവിയുന്നത്. That is why matinee actors and idols become political leaders. അതുകൊണ്ടാണ് ഇന്ന് മാറ്റിനി ഷോകളിലെ നായകന്മാർ രാഷ്ട്രീയ നേതാക്കന്മാരായി മാറുന്നത്. People have a lot of time to idle and waste away. അലസമായി കളയുവാൻ, പാഴാക്കി കളയുവാൻ വളരെയേറെ സമയം എന്ന് നമ്മുടെ ആൾക്കാർക്കുണ്ട്. India is similar to Crete, that island of Crete. ക്രേത്ത ദ്വീപിന്റെ ആ തുല്യമായ അവസ്ഥയിലാണെന്ന് ഭാരതമായിരിക്കുന്നത്. Turn with me to the book of Titus. തീത്തോസിന്റെ ലേഖനത്തിലേക്ക് നോക്കാം. It sounds very humorous and funny, but it is true nevertheless. ഇത് കേട്ടാൽ വളരെ വിചിത്രമായി തമാശാന്ന് തോന്നും, എന്നാൽ ഇത് പറയുന്നത് സത്യമാണ്. Titus chapter 1 and verse 12. തീത്തോസ് 1:12. One of them, a prophet thereon said, Cretans are always liars, evil beasts, lazy gluttons. തീത്തോസ് 1:12. ക്രേത്ത സർവ്വത അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവളവന്മാരും അത്രേ എന്ന് അവരിൽ ഒരുവൻ, അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. That is why God has kept you there. ദൈവം ഇന്ന് നമ്മളെ ഒരു പ്രത്യേക സ്ഥാനത്ത് ആക്കിയിരിക്കുന്നു. That is why God has kept you there. അതുകൊണ്ടാണ് ദൈവം നിന്നെ അവിടെ ആക്കിയിരിക്കുന്നത്. Look at verse 5. 5-ാം വാക്യം നോക്കുക. That is Titus 1:5. തീത്തോസ് 1:5. For this reason I left you in Crete, that you should set in order the things that are lacking. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിന്, ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ ചെയ്യേണ്ടതിനുമായിട്ടാണ്. Crete is a confusing island. വളരെയേറെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു ദ്വീപാണ്. Lot of lazy bundles. അവിടെ അലസന്മാരുടെ ഒരു കൂട്ടമാണ് അവിടെ ഉള്ളത്. And I have put you Titus there so that you can set in order the things that are lacking. അതുകൊണ്ട് തീത്തോസേ, നിന്നെ ഞാൻ അവിടെ ആക്കിയിരിക്കുന്നു. അവിടെ കുറവുള്ള കാര്യങ്ങൾ നീ നേരെയാക്കണം. Diligent hands. God should bless us with as we get to our work spot. കഠിനാധ്വാനം ചെയ്യുന്ന കർമ്മശേഷിയുള്ള കരങ്ങൾ നമ്മുടെ പ്രവർത്തന മേഖലയിൽ അനുഗ്രഹകര കാരണമായി തീരണം. Most of us have forgotten Indira Gandhi. ഇന്ദിരാഗാന്ധിയെ നാം പലരും വിസ്മരിച്ചിരിക്കുന്നു. Somehow I used to admire Indira Gandhi. ഇന്ദിരാഗാന്ധിയുടെ ഒരു ആരാധകനായിരുന്നു ഞാൻ. But she spoke many things. I have listened to her several times. But one thing I have never forgotten from what she has spoken. ഞാൻ പല പ്രാവശ്യം ഇന്ദിരാഗാന്ധി പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. That was a slogan she gave during emergency. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ഉയർത്തിയ ഒരു മുദ്രാവാക്യമാണ്. You know what their slogan was? എന്താണ് അത് പറയുന്നത്? Talk less, work more. കുറച്ച് സംസാരിക്കുക, കൂടുതൽ ജോലി I ചെയ്യുക. hope you know that. It was all given as a sticker. It was stuck on walls. ഇത് അന്ന് ഭിത്തികളിൽ പതിപ്പിക്കുന്ന സ്റ്റിക്കറുകളായി നമുക്ക് നൽകപ്പെട്ടിരുന്നു. Talk less, work more. അധികം സംസാരിക്കരുത്, നിങ്ങൾ കൂടുതൽ ജോലി ചെയ്യുക. I know one young boy. ഒരു ചെറുപ്പക്കാരനായ ഒരാളെ എനിക്കറിയാം. He fixed it on the cupboard of the kitchen of his mummy. അവന്റെ അമ്മയുടെ അടുക്കളയുടെ അലമാരയുടെ മേളിൽ ഈ സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ചു. His mummy said, "What is this my son doing?" എന്റെ മോനി ചെയ്യുന്ന എന്താണെന്ന് അമ്മ ചോദിച്ചു. And immediately I asked him, "Why did you do that?" നീ എന്തിനാണ് ഇത് ചെയ്തതെന്ന് അവനോട് ചോദിച്ചു. He said, "I wanted my mummy to talk less and work more." എന്റെ അമ്മ അധികം സംസാരിക്കാതെ കൂടുതൽ ജോലി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ It ഒട്ടിച്ചത്. sounds like a joke. ഇത് കേട്ടാലൊരു തമാശാണ്. You may think that it is for emergency. ഇത് അടിയന്തരാവസ്ഥ കാലത്തേക്കുള്ള ഒരു സന്ദേശമാണെന്ന് ചിന്തിച്ചേക്കാം. But I have a question. Are we not living in emergency എന്നാൽ today? ഞാൻ ചോദിക്കട്ടെ, ഇന്നും ഒരു അടിയന്തരാവസ്ഥയുടെ സാഹചര്യത്തിലല്ലേ നാം കഴിയുന്നത്? We are living in an emergency. ഇന്ന് ഒരു അടിയന്തരാവസ്ഥയുടെ അവസ്ഥയിൽ തന്നെയാണ് നാം. Don't think we are living in the last days. ഇന്ന് അന്ത്യകാലത്താണ് നാം ജീവിക്കുന്നത് കരുതണ്ട. These are not last days. അന്ത്യകാലമായിട്ടില്ല. These are the last minutes of the last hours of the last days of the last weeks of the last year. Mind you. ഇതിനെ അന്ത്യകാലം എന്ന് വെറുതെ വിശേഷിപ്പിക്കുകയല്ല, അന്ത്യകാലത്തിന്റെ അവസാന വർഷത്തിന്റെ അവസാന ആഴ്ചകളിൽ, അവസാന മാസങ്ങളിൽ, അവസാന മണിക്കൂറുകളിലാണ്. It's a dire emergency. ഇതുപോലെ അടിയന്തരമായ ഒരു സാഹചര്യം വരെ I ഉണ്ടായി. think Mrs. Indira Gandhi's slogan is good for all Christians. ഇന്ദിരാഗാന്ധിയുടെ ഈ ഒരു ആപ്തവാക്യം ക്രൈസ്തവരായി നമുക്ക് ഓരോരുത്തർക്കും ഉയർത്തേണ്ട മുദ്രാവാക്യം. Talk less and work more. കുറച്ച് സംസാരിച്ചുകൊണ്ട് കൂടുതൽ Read Proverbs frequently, as often as possible. നിങ്ങളെ സാധിക്കുന്നിടത്തോളം നിങ്ങൾ സദൃശ്യവാക്യങ്ങളുടെ ആ പുസ്തകം വായിച്ചുകൊണ്ടേയിരിക്കുക. You know, we are all blessed with talents. പലതരത്തിലുള്ള കഴിവുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. Talents are God-given abilities. ദൈവം നൽകിയിരിക്കുന്ന ചില കഴിവുകളാണ് ഈ താലന്തുകൾ. Skills. അതുപോലെ നമ്മളുടെ കായിക ശേഷി, Gifts. ചില ദാനങ്ങൾ, Enablements. നമുക്കുള്ള ചില പ്രത്യേക കഴിവുകൾ, Capabilities. നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. These are all meant by that one word, talent. താലന്ത് എന്ന പദത്തിൽ ഈ കാര്യങ്ങളൊക്കെയും അടങ്ങിയിരിക്കുന്നു. God expects us to be busy with them and not bury them. ഈ കാര്യങ്ങളൊക്കെയും നാം വളരെയേറെ കർമ്മശേഷിയോടുകൂടി ഉപയോഗിക്കണം, അല്ലാതെ ഇത് കുഴിച്ചുമൂടി വെക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
Don't slacken work just because your boss is too exacting. നിങ്ങളുടെ യജമാനൻ He exacts too much of work. നിങ്ങളുടെ യജമാനൻ വളരെയേറെ കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നതുകൊണ്ടല്ല നിങ്ങൾ ജോലി ചെയ്യേണ്ടത്. Work. Keep on working and do your maximum. That pleases God. നിങ്ങൾ ജോലി ചെയ്യുക, ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക. ദൈവത്തിന് പ്രസാദകരമായ വിധത്തിൽ നിങ്ങളാൽ ആകുന്നത് മുഴുവൻ നിങ്ങൾ ചെയ്യുക. I have a question. ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കട്ടെ. Did Jesus come to India? യേശുക്രിസ്തു ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടോ? Why silence? He didn't come to India. യേശു ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. During the time of Jesus, were there people in India? യേശുവിന്റെ കാലത്ത് ഭാരതത്തിൽ ആൾക്കാരുണ്ടായിരുന്നു. Were people dying without sin during the time of Jesus in India? അന്ന് യേശുവിന്റെ കാലത്ത് ഇവിടെയുള്ള ആൾക്കാർ പാപരഹിതരായിട്ടാണോ മരിച്ചത്? But Jesus did not come to India. എന്നാൽ യേശു ഭാരതത്തിലേക്ക് വന്നില്ല. But when he was hanging on the cross, എന്നാൽ യേശു കുരിശിൽ കിടന്നപ്പോൾ what did he say? അവൻ പറഞ്ഞു എന്താണ്? It's finished. നിവൃത്തിയായി. What does it mean? അതിന്റെ അർത്ഥം എന്താണ്? Whatever was assigned to him, he finished it. തനിക്ക് ചെയ്യുവാനായി നിയോഗിക്കപ്പെട്ടിരുന്ന ആ കാര്യം യേശു നിവൃത്തി. What did he say? യേശു പറഞ്ഞു I must work. ഞാൻ ജോലി I must work. അതെ, ഞാൻ ജോലി ചെയ്തു. I must work. ജോലി ചെയ്യേണ്ടതായിരുന്നു. Night is coming. കാരണം രാത്രി വരുന്നു. Where there is daylight, I should keep on working. പകലുള്ളിടത്തോളം ഞാൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. Some of us are tired of taking rest. Am I right? നമ്മളിൽ പലരും വിശ്രമിക്കുന്നതിന്റെ കാര്യത്തിൽ നമ്മൾ ക്ഷീണിതരാണ്. Too much of rest will make you rust. വളരെയേറെ നേരം നാം വിശ്രമിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം തുരുമ്പെടുക്കുന്ന അവസ്ഥയിലാണ്. Oversleep will bring you poverty. നമ്മുടെ ഉറക്കം വളരെയേറെ നേരത്തേക്ക് നാം എടുക്കുന്നുവെങ്കിൽ അത് ദാരിദ്ര്യത്തിലേക്കാണ് നയിക്കുന്നത്. Some of the political leaders sleep hardly for 4 hours. 4 മണിക്കൂറുകൾ കഷ്ടിച്ചുറങ്ങുന്നവരാണ് രാഷ്ട്രീയ നായകന്മാരിൽ പലരും. And they are very fresh during the day. അവർ പകല് മുഴുവൻ വളരെ ഊർജ്ജസ്വലരായി നടക്കുകയും ചെയ്യുന്നു. It is how you train yourself that matters. നിങ്ങളെ തന്നെ പരിശീലിപ്പിക്കുന്നു എന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. Early to bed and early to rise. Never forget this formula. ഇത് നിങ്ങൾ മറക്കരുത്. നിങ്ങൾ നേരത്തെ ഉറങ്ങാൻ പോകുക, നിങ്ങൾ നേരത്തെ തന്നെ ഉണരുക. So that the early hours of the day you get yourself trimmed up and tuned up with the meditation of God's word. Face the challenges of the day. അങ്ങനെയെങ്കിൽ ആ ദിവസത്തിന്റെ പ്രാരംഭ മണിക്കൂറുകൾ തന്നെ ദൈവവചനത്തിൽ കൂടെ നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാനും ആ ദിവസത്തെ നേരിടുവാനും നിങ്ങൾ ശക്തി പ്രാപിക്കും. God is a worker. ദൈവം ജോലി ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ഒരാളാണ്. You know what Jesus said? യേശു പറഞ്ഞ കാര്യം എന്താണ്? Until now my Father is working and I am working also. ഇതേവരെയും എന്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. God cannot tolerate anyone idling. ആരെങ്കിലും അലസരായി കഴിയുന്നത് ദൈവത്തിന് സഹിക്കുവാൻ പറ്റാത്ത കാര്യം. That is why at the 11th hour he went out on the street corners and saw some men idling and he said, why are you idling all day long? അതുകൊണ്ടാണ് അവൻ 11ാം മണിക്കൂറിൽ ഇറങ്ങി തെരുവുകളിൽ ചിലർ അലസന്മാരായി മടിയന്മാരായി ഇരിക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് പകല് മുഴുവൻ മടിയന്മാരായി കഴിയുന്നത്? Be hard working. അതുകൊണ്ട് നാം കഠിനാധ്വാനം ചെയ്യണം. No work is inferior or superior to the other. ഒരു ജോലിയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഉയർന്നതായിട്ടോ താഴ്ന്നതായിട്ടോ മറ്റൊരു ജോലിയെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കില്ല. Don't be ashamed of doing any work. ഏതെങ്കിലും ഒരു പ്രത്യേക തൊഴിൽ ചെയ്യുന്നതിൽ നിങ്ങൾ നാണിച്ചിട്ട് കാര്യമില്ല. Only thing you should be ashamed of is to commit sin. പാപം ചെയ്യുന്ന ആ കാര്യം മാത്രമായിരിക്കണം നിങ്ങൾ ലജ്ജയുള്ളവാക്കുക. Otherwise any work is a glorious work. അല്ല, ആ ഒരു ഭാവമില്ല എങ്കിൽ, പാപത്തിന്റെ ഒരു അവസ്ഥയില്ല എങ്കിൽ ചെയ്യുന്ന ഏത് ജോലിയും മഹത്വകരമായ ജോലി തന്നെയാണ്. Roll up your sleeves and start working. അതുകൊണ്ട് നിങ്ങളുടെ കൈകൾ ചുരുട്ടി വെച്ചുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യുവാനായിട്ട് ഇറങ്ങി. I used to give missionary training to missionary trainees. മിഷണറി ട്രെയിനിങ്ങിന് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഞാൻ ആദ്യത്തുള്ള പരിശീലനം കൊടുക്കാറുണ്ട്. And one day I told about half a dozen of our missionary trainees to clean up all the bathrooms. ഇതിൽ 1/2 ആൾക്കാരെ ഞാൻ ഇങ്ങനെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരോട് അവിടെയുള്ള ബാത്റൂമുകൾ വൃത്തിയാക്കുവാൻ ഞാൻ പറഞ്ഞു. And next day when I went and saw the bathrooms, they were still full of stains. പിറ്റേ ദിവസം ഞാൻ ചെന്ന് ഈ ബാത്റൂമൊക്കെ നോക്കിയപ്പോൾ അവിടെ കറകളൊക്കെ പിടിച്ച് തന്നെ കിടക്കുകയാണ്. I said, what happened? എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചു. They said, no, the stain won't go. പറഞ്ഞു, ഈ കറകളൊന്നും അങ്ങോട്ട് ഇളകുന്നില്ല. I said, how did you do it? നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് He ചോദിച്ചു. said, we took a stick and we tried, but nothing gets cleared out. ഞങ്ങൾ ഒരു കമ്പെടുത്ത് ഇങ്ങനെ ഇളക്കി നോക്കി, പക്ഷെ അതൊന്നും വൃത്തിയാകുന്നില്ല. So I folded my lungi. ഞാനപ്പോൾ ലുങ്കി മടക്കി കുത്തി. And I had only a t-shirt. ഞാൻ ഒരു ടീഷർട്ട് ധരിച്ചിട്ടുണ്ട്. So I just put my hand into that water closet and began to clean it up with acid.
ഞാൻ കൈകളയിലേക്ക് ഇട്ട് ആശ്രയിച്ച് കഴിയാനായിട്ട് തുടങ്ങി. And they all came running. No, please don't do it. അപ്പൊ അവരോട് അണ്ണൻ അത് ചെയ്യണ്ട. You didn't do it, so a mission leader can do it, so that I will tell you how to clean a toilet. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല, അപ്പൊ മിഷണറി ലീഡറായി ഞാനത് ചെയ്ത് നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമുണ്ട്. I did not come from a theological college. I came from an engineering college. ഞാൻ ഒരു തിയോളജിക്കൽ ബിരുദം എടുത്തുകൊണ്ടല്ല, ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് വന്നത്. I am a practical man. അതുകൊണ്ട് പ്രായോഗികമായ പരിശീലനം കൊടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. Missionaries are not white-collared preachers on sophisticated pulpits. മിഷണറിമാരെന്ന് പറയുന്നത് വെള്ളക്കോള ധരിച്ചുകൊണ്ട് വലിയ പ്രസംഗപീഠത്തിൽ നിൽക്കേണ്ടവരെ മാത്രമല്ല. You have to be down to earth, practical. You must be a worker. നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന പ്രായോഗികമായി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന സാധാരണക്കാരായിരിക്കണം. Only if you are known for hard working, at the last day you will be able to carry that heavy cross on you. ഈ ജോലി ചെയ്യുവാനായിട്ട് കഠിനാധ്വാനം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഭാരിച്ച കുരിശ് ചുമക്കുവാൻ സാധിക്കുകയുള്ളൂ. You should be able to do heavy work. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുവാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടാവണം. And from that day all the toilets were kept spick and span. അന്ന് മുതൽ അവിടെയുള്ള ബാത്റൂമുകളൊക്കെയും വളരെയേറെ വൃത്തിയായിട്ട് തന്നെ കഴിഞ്ഞു. That is why Jesus Christ sometimes said, I will wash so that you will know how to wash. അതുകൊണ്ടായിരിക്കാം കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കാല് കഴുകി കാണിക്കാം, അങ്ങനെയെങ്കിലും നിങ്ങൾ ഇത് കാല് കഴുകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. No work is inferior. ഒരു തൊഴിലും മറ്റൊന്നിനേക്കാൾ മ്ലേച്ഛമല്ല. It is work. It is a blessing from God. If you do the work properly as unto God, work will become worship. അതൊരു തൊഴിലാണ്. ഏത് തൊഴിലും ദൈവത്തിന് മഹത്വകരമാണ്. ദൈവത്തിന് മഹത്വകരമായ വിധത്തിൽ നിങ്ങൾ ഇത് ചെയ്യുന്നുവെങ്കിൽ അത് ഒരു ആരാധനയായിട്ട് രൂപാന്തരപ്പെടുകയാണ്. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയായി മാറുക. Fourthly, നാലാമതായി, why has God kept you there? ദൈവം എന്തിന് നിങ്ങളെ ഒരു പ്രത്യേക തൊഴിൽ മേഖലയിൽ വെച്ചിരിക്കുന്നു? Reason number 4. നാലാമത്തെ കാരണം, To demonstrate that you can be humble in this egocentric world. സ്വാർത്ഥത നിറഞ്ഞ ഈ ലോകത്തിൽ നിങ്ങൾക്ക് വിനയമുള്ളവരായി കഴിയാം എന്ന് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. I will say that again. ഞാൻ ആവർത്തിക്കട്ടെ. To demonstrate that we can be humble in this egocentric world. സ്വാർത്ഥത നിറഞ്ഞ ഈ ലോകത്തിൽ വിനയാന്വിതരായി കഴിയാൻ സാധിക്കും എന്ന് പ്രദർശിപ്പിക്കുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. Humility is becoming extinct in this world. ഇന്ന് ഈ ലോകത്തിൽ കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വിനയശീലം. That was predicted 2000 years ago. 2000 വർഷം മുമ്പ് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു. If you turn with me to 2 Timothy 3rd chapter, 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിലേക്ക് നോക്കുക. and there you find that in the last days people will not be humble but they will be arrogant. അന്ത്യകാലത്ത് മനുഷ്യരുടെ ആ വിനയഭാവം നഷ്ടപ്പെട്ട് അവർ അഹങ്കാരികളായി തീരുമെന്ന് നാം വായിക്കുന്നു. Turn with me to 2 Timothy 3rd chapter. 2 തിമോത്തിയോസ് 3-ാം അധ്യായം. Please turn to the references. Don't become lazy. അലസരായിട്ടിരിക്കരുത്. വേദപുസ്തക ഭാഗങ്ങൾ പറയുമ്പോൾ വേദപുസ്തകം മറിച്ച് നോക്കുക. Don't just keep on noting down and keep looking at my face. Turn to the Bible. Keep your Bible on your left lap and keep your notebook on your right lap. Turn to the references with the left fingers and write down with your right hand. Go ahead. നിങ്ങളുടെ ഇടത്തെ കാൽമുട്ടിൽ നിങ്ങൾ വേദപുസ്തകം വെക്കുക. നിങ്ങൾ എഴുതുന്ന കടലാസുകൾ വലത്തെ കാലിൽ വെക്കുക. ഇടത്തെ കൈകൊണ്ട് നിങ്ങൾ വേദപുസ്തകം വരയ്ക്കുക. വലത്തെ കൈകൊണ്ട് ഈ ഭാഗങ്ങൾ കുറിച്ചെടുക്കുക. You should look into the Bible to see whether things are so. ഈ പറയുന്ന കാര്യങ്ങൾ വേദപുസ്തകത്തിൽ ഉള്ളത് തന്നെയാണോ എന്ന് നിങ്ങൾ വേദപുസ്തകം നോക്കുക. You cannot become tired. Only I can become tired because I am shouting from morning, being a heart patient. ഞാൻ ഒരു ഹൃദയരോഗം ഉള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് രാവിലെ മുതൽ ഞാനിവിടെ കിടന്ന് ഉറക്കെ സംസാരിക്കുന്നുണ്ട്. ക്ഷീണിക്കുവാനുള്ള സാധ്യത എനിക്കാണ്, നിങ്ങൾക്കല്ല. So even if I ask you to stand up and keep listening, you should not become tired. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ ഈ പ്രസംഗം കേൾക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ഷീണിക്കുകയും. Okay, all of you turn to the Bible. 2 Timothy 3rd chapter. 2 തിമോത്തിയോസ് 3-ാം അധ്യായം. Reading from verse 1. 1-ാം വാക്യം മുതൽ. In the last days, times of stress or perilous times will come. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. What is the first one? ആദ്യം എന്താണ് പറയുന്നത്? Men will be lovers of themselves. മനുഷ്യൻ സ്വയസ്നേഹികളായി തീരും. And what is the third one? They will be boasters. മൂന്നാമത് പറയുന്ന അവർ വമ്പ് പറയുന്നവരാകും. And next it says they will be proud. അവർ അഹങ്കാരികളാകും. And when you come to the fourth words, it says they will be headstrong. അവരെ ദൂഷകന്മാരാകും. And then again in the fourth words, you see they will be haughty. അവരെ അഹങ്കാരികളും ദൂഷകന്മാരാകുമെന്ന് പറയും. You see, boasting, being proud, headstrong, haughtiness. അവര് വമ്പ് പറയുന്നവരായിരിക്കും, അഹങ്കാരികളായിരിക്കും, ദൂഷകന്മാരായിരിക്കും. ഇതൊക്കെയും ഇവിടെ പറയുന്നു. This is all what is happening today. ഇന്ന് ഈ ലോകത്ത് സംഭവിക്കുന്നത് ഇതൊക്കെയാണ്. The spirit of arrogance. ഇന്ന് മറ്റുള്ളവരോട് മര്യാദാരഹിതമായി പെരുമാറുന്ന ആ ഒരു ഭാവം. That's the right word. A spirit of arrogance has taken hold of our present community, especially young people. ഇന്ന് പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് മര്യാദാരഹിതമായുള്ള പെരുമാറ്റം. I am coming from Vellore, I told you. ഞാൻ വെല്ലൂരിൽ നിന്നാണ് വരുന്നതെന്ന് സൂചിപ്പിച്ചു കേട്ടോ. I always remind myself of that slogan that the founder of CMC Hospital gave, Dr. Idas Kadar. ഐഡസ് കടർ എന്ന CMC ആശുപത്രിയുടെ സ്ഥാപകൻ നൽകിയ ആ ഒരു പ്രത്യേക സന്ദേശം, മുദ്രാവാക്യം ഞാൻ ഓർക്കാറുണ്ട്. Not to be served,
but to serve. സേവിക്കപ്പെടുവാനല്ല, സേവിക്കുവാൻ വേണ്ടി. That's the slogan of CMC. അതാണ് വെല്ലൂർ മെഡിക്കൽ കോളേജിന്റെ ആപ്തവാക്യം. It was because of that foundation, all the storms that blow against this institution, it is able to withstand. ആ സ്ഥാപനത്തിന് നേരെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റുകളെ അതിജീവിക്കുവാനായി വെല്ലൂർ ആശുപത്രിയെ സഹായിച്ചത് ഈ ഒരു മുദ്രാവാക്യമാണ്. In order that you may be humble in your work spot, നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾ വിനയമുള്ളവരാകുന്നതിന് വേണ്ടി respect authority. അധികാരികളെ ബഹുമാനിക്കുക. This is very, very important. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Not only good bosses, നല്ല അധികാരികളെ മാത്രമല്ല, even bad bosses and unreasonable superiors, you show respect. That is God's ordination. നിങ്ങളോട് നല്ലവണ്ണം പെരുമാറുന്നവരെ മാത്രമല്ല, മോശമായി പെരുമാറുന്നവരെയും നിങ്ങളുടെ മര്യാദരഹിതമായി നിങ്ങളിൽ നിന്ന് കഠിനമായ കാര്യങ്ങൾ ചോദിക്കുന്നവരോട് നല്ലവണ്ണം പെരുമാറുക എന്ന് ദൈവവചനം നിങ്ങളോട് ആവശ്യപ്പെടുന്നു. Because you respect them, they may take you to task and take advantage over you. Does not matter. നിങ്ങൾ അവരെ ബഹുമാനിക്കുന്നു എന്ന് അവർ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അവരെ ആ ഒരു സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു വരാം. പക്ഷെ അതിൽ ഭാരപ്പെടരുത്. The way up is down. മുകളിലേക്കുള്ള ആ വഴി താഴേക്ക് തന്നെയാണ്. Once again, the way up is down. മുകളിലോട്ട് പോകുവാനുള്ള ആ വഴി തുടങ്ങുന്നത് താഴെ നിന്നാണ്. Jesus was co-equal with God. ദൈവത്തോട് സമനായ വ്യക്തിയായിരുന്നു യേശുക്രിസ്തു. He considered it not a robbery to be equal with God. എന്നാൽ ദൈവത്തോടുള്ള ആ ഒരു സമത്വം അവൻ ദൈവത്തിൽ നിന്ന് അപഹരിക്കുകയാണ് എന്ന് യേശു കരുതിയില്ല. He emptied himself. അവൻ തന്നെത്താൻ ഒഴിച്ചു. He humbled himself. അവൻ മുഴുവനായി ഇല്ലാതെയാക്കി. Nobody forced humility upon him. ആരും ഈ ഒരു എളിമ യേശുവിന്റെ മേൽ നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ചതല്ല. It was not humiliation, but he voluntarily humbled himself. അത് യേശുവിനെ അപമാനിക്കുകയല്ലായിരുന്നു, യേശു സ്വയമായിട്ട് ഈ താഴ്ച ഏറ്റെടുക്കുകയായിരുന്നു. And he humbled him until the point of death on the cross. ക്രൂശിലെ മരണത്തോളം അവൻ സ്വയമായി താഴ്ത്തി. You know what the Bible says? വേദപുസ്തകം പറയുന്നത് എന്താ? Therefore God exalted him അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. and gave him a name above all the names. സകല നാമത്തിനും മേലായ ഒരു നാമം അവന് നൽകി. That's what I said. The way up is down. ഞാൻ ആദ്യം പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, മുകളിലേക്കുള്ള ആ മാർഗം ആരംഭിക്കുന്നത് താഴെ തന്നെ. Everyone who humbles himself shall be exalted. സ്വയം താഴ്ത്തുന്ന ഏതൊരു വ്യക്തിയും ഉയർത്തപ്പെടും. Respect authority. അധികാരികളെ ബഹുമാനിക്കുക. Secondly, do not despise anyone. ആരോടും മോശമായിട്ട് ആരെയും വെറുക്കാതെ In പെരുമാറുക. your work spot, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് some people are intelligent, ബുദ്ധി കൂർമ്മതയുള്ള ചില ആൾക്കാർ കാണും. some people may be outrightly idiotic, പലപ്പോഴും ബുദ്ധിഹീനരെന്ന് നാം കരുതുന്ന ആൾക്കാരുണ്ടാവും. but you have no right to call anyone a fool or an idiot, lest you are given ultimately that hellfire and eternal judgment. ആത്യന്തിക വിധിയും നരകത്തിന്റെ അഗ്നിയും നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന ആ ഭയം നിങ്ങൾക്ക് ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും ഒരു മടയനെന്നോ മൂടനെന്നോ വിളിക്കുകയില്ല. You may have people of different cultures working with you. നിങ്ങളോടൊപ്പം വിഭിന്ന സംസ്കാരങ്ങളിൽ നിന്ന് വരുന്ന വ്യക്തികളുണ്ടാവും. Accept. അവരെ ഉൾക്കൊള്ളുക. Keep on tolerating them, it becomes a burden. അവരെ ഇങ്ങനെ വഹിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് ഭാരമുള്ള കാര്യമാണ്. There's a difference between tolerance and acceptance. മറ്റുള്ളയാളെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നതും മറ്റൊരാളെ എങ്ങനെയെങ്കിലും സഹിക്കുക എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. Tolerance for long will build up tension within you. ഒരാളെ നമ്മൾ വളരെയേറെ കാലം ഒന്ന് സഹിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ഉള്ളിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും. But acceptance will give you a perfect freedom and relaxation. എന്നാൽ ഒരാളെ നാം ഉൾക്കൊള്ളുകയാണെങ്കിൽ അത് പരിപൂർണമായ സ്വാതന്ത്ര്യവും മനസ്സിന്റെ ആകത്വവും നൽകുന്നതാണ്. That person is like that. Accept that person. ആ വ്യക്തി അങ്ങനെയുള്ള ഒരാളാണ്, അത് നമ്മൾ ഉൾക്കൊള്ളുക. And avoid any show off. എന്തെങ്കിലും ഒരു പ്രദർശനം, നമ്മളെ തന്നെ എടുത്തു കാണിക്കുന്ന കാര്യങ്ങൾ Avoid spiritual show off. ആത്മീകമായ നമ്മളുടെ ആ പൊങ്ങച്ചവും ഉപേക്ഷിക്കുക. I am not against wearing badges. എന്തെങ്കിലും ബാഡ്ജുകളൊക്കെ ധരിക്കുന്നതിന് ഞാൻ എതിരല്ല. You know, Jesus said, Jesus heals, Jesus loves you, smile and all that. യേശു നിങ്ങളെ രക്ഷിക്കുന്നു, യേശു സൗഖ്യമാക്കുന്നു, യേശു നിങ്ങളുള്ളതിനാൽ പുഞ്ചിരിക്കുക എന്നൊക്കെ എഴുതിയിട്ടുള്ള ബാഡ്ജുകൾ ഉണ്ടല്ലോ. It should not be just a badge of your shirt. It must be the badge of your life. Otherwise, it will be nauseating for you. എന്നാൽ ഇങ്ങനെയുള്ള ബാഡ്ജുകൾ ധരിക്കുമ്പോൾ അത് നിങ്ങളുടെ വസ്ത്രത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിനുള്ളിൽ നിന്ന് പ്രതിഫലിക്കുന്ന ഒരു ഭാവമായിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ അത് വെറുപ്പുളവാണ്. Do you know when you go for fishing,
You should not wear white shirt. Do you know that? I don't know whether you know that. മീൻ പിടിക്കാൻ പോകുമ്പോൾ വെള്ള ഷർട്ട് ഇടരുത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. No, I used to go for fishing. ഞാൻ മീൻ പിടിക്കാൻ പോകുമായിരുന്നു. With a fishing rod, I sometimes go where there is a possibility. എന്തെങ്കിലും സാധ്യതയുള്ള സ്ഥലത്ത് ഒരു ചൂണ്ടയുമായിട്ട് ഞാൻ പോകാറുണ്ട്. And the first lesson in fishing was taught to me by one of my seniors. എന്നെക്കാൾ മുതിർന്ന ഒരാളാണ് എന്നെ ഈ ഒരു പാഠം പഠിപ്പിച്ച ഇതിന്റെ പ്രാരംഭ പാഠം. Don't go with white shirt. വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് മീൻ പിടിക്കാൻ പോകും. Because that white shirt will be reflected on that water course. കാരണം ഈ വെള്ള ഷർട്ടിൽ നിന്ന് പ്രതിഫലനം ആ വെള്ളത്തിന്റെ മേൽ വീഴും. That will scare all the fish. No fish will come to you. ആ പ്രതിഫലനം മീനിനെ മുഴുവൻ ഭയപ്പെടുത്തും. മീനൊന്നും നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല. Until then I never thought that white shirt will drive away fish. വെള്ള ഷർട്ട് മീനിനെയൊക്കെ ഓടിച്ചു കളയുമെന്ന് അതുവരെ ഞാൻ മനസ്സിലാക്കിയില്ല. Like that, for every trade there needs to be some kind of a culture. അതുപോലെ ഓരോ ജോലിക്കും ഓരോ പ്രവർത്തന മേഖലയ്ക്കും എന്തെങ്കിലുമൊക്കെ സാംസ്കാരികമായ ചില മേഖലകളുണ്ട്. Don't drive away people, but woo people towards the king. നമ്മളുടെ പ്രവർത്തനം കൊണ്ട് ആൾക്കാർ നമ്മളിൽ നിന്ന് ഓടി അകലരുത്, അവരെ ആകർഷിച്ച് കർത്താവിലേക്ക് കൊണ്ടുവരിക. You should attract people towards Christ. ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ നാം ആകർഷിക്കേണ്ടതായി. By the fragrance, not overdose of religion, but a fragrance that fills the home. മതത്തിന്റെ അതിപ്രസരം കൊണ്ടല്ല, നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ സൗരഭ്യം കൊണ്ട് മറ്റുള്ളവർ ആകർഷകരാണ്. Why has God kept you there? ദൈവം എന്തിന് നിങ്ങളെ ഒരു പ്രത്യേക തൊഴിൽ മേഖലയിൽ God has kept you there to demonstrate that you can maintain harmony in a divided world. ഭിന്നിച്ചു നിൽക്കുന്ന ഒരു ലോകത്തിൽ നിങ്ങൾക്ക് ഐക്യത്തിന്റെ കാഹളം മുഴക്കുവാൻ സാധിക്കും എന്ന് പ്രദർശിപ്പിക്കുവാൻ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നു. You can maintain harmony in a divided world. ഭിന്നിച്ചു നിൽക്കുന്ന ഒരു ലോകത്തിൽ ഐക്യം ഉളവാക്കുവാൻ, ഏകതാഭാവം ഉളവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. World is divided and work spots are known for conflicts and strikes. ലോകം ഇന്ന് പലതരത്തിൽ ഭിന്നിച്ചു നിൽക്കുകയാണ്. തൊഴിൽ മേഖലകൾ സാധാരണഗതിയിൽ തൊഴിൽ തർക്കങ്ങളുടെയും സമരങ്ങളുടെയും മേഖലയായിട്ട് അറിയപ്പെടാറുണ്ട്. Industries and factories have lot of unions but no unity. Follow me. Lot of unions but no unity. പല വ്യവസായങ്ങളിലും ഫാക്ടറികളിലും പലതരത്തിലുള്ള യൂണിയനുകളുണ്ട്, എന്നാൽ അവിടെയെങ്കിലും ഒരു യൂണിറ്റ്, ഒരു ഐക്യം കാണുവാൻ സാധിക്കില്ല. Let me give you a simple illustration. ഒരു ചെറിയ ഉദാഹരണം. You all have seen horses. കുതിരകളെ നാം എല്ലാം കണ്ടിട്ടുണ്ടല്ലോ. A well-built horse can drag or pull 2 tons. ഒരു നല്ല കുതിര, ശക്തിയുള്ള ഒരു കുതിരയ്ക്ക് 2 ടൺ ഭാരം അതിനെ വലിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. If I give you an arithmetic calculation, ഒരു കണക്ക് നിങ്ങൾ മുമ്പാകെ വെക്കട്ടെ. how many tons can be pulled by 2 horses put together? ഇങ്ങനെയെങ്കിൽ 2 കുതിരകളെ ഒന്നിച്ചു കിട്ടിയാൽ അതിന് എന്തുമാത്രം ഭാരം ഇതിന് ഒന്നിച്ചു വലിച്ചുകൊണ്ട് പോകാൻ സാധിക്കും? Mathematically, the answer is 4. കണക്കിന്റെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ 4 എന്നായിരിക്കും ഉത്തരം. But truthfully, the answer is 23. എന്നാൽ വാസ്തവത്തിൽ 23 എന്ന ഒരു ഉത്തരം നമുക്ക് പറയുവാൻ സാധിക്കും. Follow me carefully. 1 horse pulls 2 tons, but 2 horses put together can pull 23 tons. This is scientific. ഒരു കുതിരയ്ക്ക് 2 ടൺ ഭാരം വലിച്ചുകൊണ്ട് പോകാൻ സാധിക്കുമെങ്കിൽ 2 കുതിരകളെ ഒന്നിച്ചു ചേർത്ത് നിർത്തിയാൽ 23 ടൺ വലിച്ചു കൊണ്ടുപോകുവാൻ അതിന് 2നും കൂടെ സാധിക്കുമെന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. That's why Jesus said, where 2 of you are agreed together on concerning a matter, nothing shall be impossible for them. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ 2 പേർ ഒരു കാര്യത്തിൽ ഐക്യപ്പെട്ട് ഇരുന്നാൽ അവിടെ അസാധ്യമായിട്ട് ഒന്നും ഉണ്ടാകും. Only Christians can show in the word spot what unity is, because it is in the worship place, in the church, we understand the meaning of body of Christ. The body principle you understand in the worship place, which you can interpret in the work spot. ക്രിസ്തുവിന്റെ ശരീരം എന്ന ആ ഒരു ഏകഭാവത്തെ കുറിച്ച് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത് നമ്മുടെ ആരാധനാ മേഖലകളിൽ, മണ്ഡലങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് ക്രൈസ്തവർക്ക് മാത്രമേ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ ഐക്യത്തെക്കുറിച്ചുള്ള സന്ദേശം അറിയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് ഐക്യത്തിന്റെ സന്ദേശം അവിടേക്ക് നാം പ്രതിഫലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. Don't try to avoid difficult people who is working with. നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന, നമുക്ക് സഹവസിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ അവഗണിച്ചു പോകുവാൻ ശ്രമിക്കരുത്. You can say, except this man and woman, I can manage with anyone else. സാധാരണ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ മനുഷ്യനൊഴികെ ബാക്കി ആരോടും ചേർന്ന് പോകാൻ എനിക്ക് സാധിക്കും. Such a difficult person. ഇതുപോലെ ബുദ്ധിമുട്ട് പിടിച്ച ഒരാൾ വേറെയില്ല.
You know why God has put that difficult person with you? എന്തുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ടുള്ള ആളെ നിങ്ങളോടൊപ്പം ആക്കിയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? Because you are a difficult person. കാരണം നിങ്ങൾ തന്നെ മറ്റുള്ളവർക്ക് ചുമക്കാൻ പ്രയാസമുള്ള ഒരാളാണ്. My Bible says, എന്റെ വേദപുസ്തകം പറയുന്ന കാര്യം, iron sharpens iron. ഇരുമ്പിനെ മൂർച്ച വരുത്തുവാൻ ഇരുമ്പിനെ സാധിക്കുകയുള്ളൂ. Difficult people need difficult people. മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ആൾക്കാരെ നന്നാക്കാൻ ഇതുപോലെ പ്രയാസമുള്ള ആൾക്കാരെ തന്നെ Only then both will have lots of friction, enough of friction, and in the process both will be rounded off. എങ്കിൽ മാത്രമേ ഇത് രണ്ടും കൂടെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് രണ്ടും മൃദുവാകത്തുള്ളൂ. That is, sometimes you wonder, why did I marry this man? Why did I marry this woman? നാം In all the world, did I not get anybody else? ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ മാത്രമേ എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയുള്ളൂ, ഇയാളെ മാത്രമേ എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയുള്ളൂ, ലോകത്ത് വേറെ എത്രയോ ആൾക്കാരുണ്ട്, ഇത് മാത്രം എന്റെ മേൽ വന്നത് എന്താണ്? You know who are the perfectly made for each other couple? ഈ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ചേരുമ്പടി ചേരുന്നതായ ദമ്പതികൾ ആരാണെന്ന് നമുക്കറിയാമോ? The husband is more difficult than the wife, and the wife is more difficult than the husband. They are the perfectly made for each other couple. ഭാര്യയ്ക്ക് ചുമക്കാനാവാത്ത വിധം ബുദ്ധിമുട്ടുള്ള ഭർത്താവും ഭർത്താവിന് സഹിക്കാൻ വയ്യാത്ത ഭാര്യയുമുള്ള ഒരു കുടുംബം, അതായിരിക്കും ലോകത്തിലെ ഏറ്റവും മനോഹരമായ കുടുംബം. That is, my wife and I, we are like that. I am more difficult than my wife, and my wife is more difficult than me. So God has put us together. 32 years, praise the Lord. എന്റെ ഭാര്യയ്ക്ക് എന്നെ ചുമക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് എന്റെ ഭാര്യയെ വഹിക്കാൻ വലിയ പ്രയാസമായിരുന്നു. 32 വർഷമായി ദൈവം ഞങ്ങളെ ഒന്നിച്ച് നിർത്തുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Friends, God puts us purposely with difficult people. ദൈവം പ്രത്യേകമായ ഉദ്ദേശങ്ങളോടുകൂടി തന്നെയാണ് നമുക്ക് ഇടപെടുവാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരോടൊപ്പം നമ്മളെ ആക്കുന്നത്. Peter must be with John. John must be with Peter. Peter is a son of slumber because John is the son of thunder. പത്രോസിനോടൊപ്പം യോഹന്നാൻ ഉണ്ടായേ തീരൂ, യോഹന്നാനോടൊപ്പം പത്രോസ് ഉണ്ടായേ തീരത്തുള്ളൂ. കാരണം പത്രോസ് മടിയനാണ്, യോഹന്നാന് വളരെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുമാണ്. We need each other, therefore don't needle each other. നമുക്ക് പരസ്പരം ആവശ്യമാണ്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കരുത്. This is a principle with which you have to work in your work spot. നമ്മുടെ തൊഴിൽ മേഖലയിൽ നാം ഒന്നിച്ചു നിൽക്കേണ്ടതായ ഒരു തത്വമാണ്. He may be an unbeliever. നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരാൾ അവിശ്വാസിയായിരിക്കാം. He is an unbeliever. I don't want to work properly with him. If only I get a believer. If only I get a believer. One will be IPC, one will be the Church of God. There will be rapture until rapture. നാം വിശ്വാസികളോടൊപ്പം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നങ്ങ് തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വിശ്വാസം നമ്മുടെ സഭയിലുള്ള ഒരാളായിരിക്കില്ല. കർത്താവിന്റെ വരവ് വരെ നാം അടിച്ചുകൊണ്ടിരിക്കും. Don't worry. Whoever is working with you, work with that person. നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും ആ വ്യക്തിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കും. Even with a man who is going to hell, you can work with him. നരകത്തിൽ പോകുവാനായിട്ടുള്ള ഒരാളാണെങ്കിൽ ആ വ്യക്തിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കും. Hey, Brother Stanley, what doctrine are you preaching? നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. So my Bible says it. എന്റെ വേദപുസ്തകം പഠിപ്പിക്കുന്നതാണ്, 2 men will be working in the field. 2 പേര് ഒന്നിച്ച് വയലിൽ പണി ചെയ്തുകൊണ്ടിരിക്കും. One will be taken up, one will be left behind. Continue to work. ഒരാൾ മേലോട്ട് എടുക്കപ്പെടും, ഒരാൾ ഇവിടെ താഴെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം നരകത്തിൽ പോകുന്ന ഒരാളോട് ചേർന്ന് പോകും. Not only men, 2 women will be grinding flour. ഇത് പുരുഷന്മാരെ കുറിച്ച് മാത്രമല്ല, 2 സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. One will be pouring the grain, other will be holding the handle and rotating it. ഒരുത്തി ഇങ്ങനെ ധാന്യം ഇങ്ങോട്ട് ഇതിനകത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കും, മറ്റേ ആൾ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും. One will be taken up, other will be left behind. ഇതിൽ ഒരാളെ ദൈവം മേളിലോട്ട് എടുക്കും, മറ്റേ ആളുടെ താഴെ ഉണ്ടാകും. So you can work with any person. അതിന്റെ അർത്ഥം നമുക്ക് ഏത് തരത്തിലുള്ള സ്വഭാവത്തിലുള്ള ആൾക്കാരോട് ചേർന്ന് പോകാൻ സാധിക്കുമെന്നാണ്. I am not teaching a new doctrine. I am telling you doctrine which you have not found out in the Bible. നിങ്ങളോട് ഞാൻ പറയുന്നത് ഒരു പുതിയ വേദശാസ്ത്രമല്ല, വേദപുസ്തകത്തിൽ നിങ്ങൾ ഇതേവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. If you are a Christian in your work spot, അതുകൊണ്ട് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങളൊരു ക്രൈസ്തവനാണെങ്കിൽ you should not be a problem there. You should be the solution to the problems there. നിങ്ങൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തികളല്ല, പ്രശ്നത്തിന് ഉത്തരം കാണുന്ന ആൾക്കാരായിരിക്കണം. You know what did Jesus say? യേശു പറഞ്ഞത് എന്താണ്? When you enter a family, നിങ്ങളൊരു ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ what should you say? നിങ്ങൾ എന്താണ് പറയേണ്ടത്? Shalom. ഇവിടെ സമാധാനം, ശാലോം, സമാധാനം എന്ന് When you പറയുക. enter a family, when you meet a family, say peace. നിങ്ങൾ ഒരു കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ സമാധാനം, ഇവിടെ സമാധാനം എന്ന് പറയുക. Let me tell you something today. ഞാൻ നിങ്ങളോട് പറയട്ടെ, When you enter a factory, say peace. നിങ്ങൾ ഒരു ഫാക്ടറിയിലേക്ക് ചെല്ലുമ്പോൾ സമാധാനം എന്ന് We പറയുക. need peace in the families. കുടുംബത്തിൽ We do need peace in the factories. കുടുംബത്തിൽ നമുക്ക് സമാധാനം ആവശ്യമുള്ളതുപോലെ തന്നെ പ്രവർത്തന മേഖലകളിൽ നമുക്ക് സമാധാനം ആവശ്യമാണ്. That is your responsibility. ഇത് നിങ്ങളുടെ ദൗത്യമാണ്, ഉത്തരവാദിത്തം. That is why, beloved Christian, God has kept you there. പ്രിയ
ക്രൈസ്തവരെ, ദൈവം നിങ്ങളെ ഒരു പ്രത്യേക സ്ഥാനത്താക്കിയിരിക്കുന്ന ഒരു ഉദ്ദേശവും ഇതാണ്. Sixthly, ആറാമതായി, why has God kept you there? ദൈവം നിങ്ങളെ ഈ പ്രത്യേക To സ്ഥാനത്താക്കിയിരിക്കുന്നത് demonstrate that you can be helpful to others in this selfish world. തന്നിഷ്ടം നിറഞ്ഞ ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് നേരെ സഹായഹസ്തം നീട്ടുവാൻ കഴിവുള്ളവരാണ് നിങ്ങൾ എന്ന് To പ്രദർശിപ്പിക്കും. demonstrate that you can be helpful to others in this selfish world. സ്വന്തം കാര്യം നോക്കുന്ന ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് സഹായികളായി തീരുവാൻ സാധിക്കും എന്ന് I പ്രദർശിപ്പിക്കും. speak with a burden. In India, the unemployed outnumber the employed. ഇന്ന് ഭാരതത്തിൽ തൊഴിൽ ചെയ്യുന്നവരെക്കാട്ടിൽ വളരെയേറെയാണ് തൊഴിൽ ചെയ്യാത്തവരുടെ സംഖ്യ എന്ന ഭാരത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. Many, let me say, many in our nation are breadless. ഇന്ന് ആഹാരത്തിന് പോലും വകയില്ലാത്ത അനേകം ആൾക്കാർ നമ്മുടെ രാജ്യത്തിലുണ്ട്. If we have more than what we need, it is in order that we may give to the one who is in need. നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ആവശ്യത്തിൽ ഇരിക്കുന്നവരുമായി പങ്കിടുവാൻ വേണ്ടിയാണ് ദൈവം അത് നൽകിയിരിക്കുന്നത്. If you want to overwork, it must be to give more. നിങ്ങൾക്ക് കൂടുതൽ സമയം ജോലി ചെയ്യുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് കൂടുതൽ പുറത്തേക്ക് കൊടുക്കുവാൻ വേണ്ടിയായിരിക്കും. My Bible says that. എന്റെ വേദപുസ്തകം ഇതാണ് എന്നെ പഠിപ്പിക്കുന്നത്. Ephesians 4th chapter എഫെസ്യ ലേഖനം 4-ാം അധ്യായം and verse 28. 28-ാം വാക്യം. You would have never noticed it if you are very casual in your Bible meditation. വേദപുസ്തക ധ്യാനത്തിൽ നിങ്ങൾ വളരെ ശുഷ്കാന്തി ഇല്ല എങ്കിൽ നിങ്ങൾ ഇതേവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമായിരിക്കും. 4:28 of Ephesians. എഫെസ്യർ 4:28. Let him who stole steal no longer, കള്ളൻ ഇനി കക്കാതിരിക്കണം, but rather let him labor, working with his hands what is good, that he may have something to give to him who is in need. മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക എത്രേ വേണ്ടത്. So if you want to earn more, it must be for giving more. നിങ്ങൾ കൂടുതൽ സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കൂടുതൽ പുറത്തേക്ക് കൊടുക്കുവാനുള്ള ആഗ്രഹത്തിൽ നിന്നായിരിക്കും. That is what John Wesley said. ജോൺ വെസ്ലി പഠിപ്പിച്ചത് ഇതാണ്. Earn all you can. നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം നിങ്ങൾ സമ്പാദിക്കുക, Save all you can. നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാവുന്നിടത്തോളം നിങ്ങൾ കരുതി വെക്കുക, Give all you can. നിങ്ങൾക്ക് കൊടുക്കുവാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ കൊടുക്കുക. This is the dictum of my life too. എന്റെ ജീവിതത്തിന്റെ ഒരു തത്വശാസ്ത്രമായി ഞാൻ Earn all you can. എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ That സമ്പാദിക്കും, means hard working. ഞാൻ കഠിനമായിട്ട് ജോലി ചെയ്യും. Save all you can. എന്നാൽ പറ്റുന്നിടത്തോളം ഞാൻ That സമ്പാദിക്കും. means don't spend everything on yourself. അതായത് ഞാൻ കിട്ടുന്നത് മുഴുവൻ എനിക്ക് വേണ്ടി ചെലവഴിക്കുകയില്ല, Give all you can. കൊടുക്കാവുന്നിടത്തോളം കൊടുക്കും. Give lavishly and freely to people. സ്വതന്ത്രമായി വളരെയേറെ മറ്റുള്ളവർക്ക് കൊടുക്കുക. Once upon a time, I wrote an article, maybe about 10 years ago. ഏതാണ്ട് 10 വർഷം മുമ്പ് ഞാനൊരു ലേഖനം എഴുതുവാനിടയായി. You know what the title of the article was? അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: Christianity is charity. ക്രൈസ്തവത്വം എന്നുള്ളത് ആർദ്രതയോടെ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു ചിന്തയാണ്. That was the very title of my talk. ഞാൻ എന്റെ ആ ലേഖനത്തിന്റെ തലക്കെട്ടിലാണ് Christianity is charity. ആർദ്രതയുള്ള ഒരു ജീവിതശൈലിയാണ് ക്രൈസ്തവ മാർഗം. Some theologians came fighting with me. ഇത് വായിച്ച ചില വേദശാസ്ത്രജ്ഞർ എന്നോട് യുദ്ധത്തിന് വന്നു. They asked me, how can you say Christianity is charity? ക്രൈസ്തവത്തെ കുറിച്ച് നിങ്ങൾക്ക് ഈ വിധത്തിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് എന്ന് പറയുവാൻ They were very ferocious. അവരെ വളരെ ശക്തമായിട്ട് എന്നോട് വാദിച്ചു. You know what I told them? ഞാൻ അവരോട് പറഞ്ഞത്, I did not say charity is Christianity. I said Christianity is charity. മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുക, എന്തെങ്കിലും ഔദാര്യം ചെയ്യുക എന്നത് ക്രിസ്ത്യാനിത്വമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് ഔദാര്യം കാണിക്കുകയാണ്. For a minute they cooled down. അവര് പെട്ടെന്ന് തന്നെ അവരുടെ ആ വെള്ളമൊക്കെ അവസാനിപ്പിച്ച് I ശാന്തരായി. explained to them. ഞാൻ അവരോട് ഈ കാര്യം There was വിശദീകരിച്ചു. John the Baptist, യോഹന്നാൻ സ്നാപകനുണ്ട്. and he said, bring forth fruits of repentance. മാനസാന്തരത്തിന് യോഗ്യമായ ഫലങ്ങൾ കായ്ക്കുക എന്ന് പറഞ്ഞു. People asked him, what shall we do? ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആൾക്കാർ ചോദിച്ചു. 2 shirts, give 1 shirt to the one who has. 2 വസ്ത്രമുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. Salvation, രക്ഷ. Zacchaeus സക്കായിയുടെ കഥ നമുക്കറിയാം. went to his house. സക്കായി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് അവന്റെ വീട്ടിലേക്ക് I വന്നു. will give half of what I have to the poor. എനിക്കുള്ളതിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. Today salvation has come to this house. അങ്ങനെ രക്ഷ അവന്റെ വീട്ടിലേക്ക് വന്നു. Fasting, ഉപവാസത്തെ കുറിച്ച് ചിന്തിച്ചാൽ, is this the fast that I have chosen? ഞാൻ തിരഞ്ഞെടുക്കുന്ന ഉപവാസത്തിന്റെ മാർഗം ഇതാണോ എന്ന് വേദപുസ്തകം പറയുന്നു. But share your bread with the hungry and don't hide yourself with your flesh. That is God's chosen fast. വിശന്നിരിക്കുന്നവരുമായി നിന്റെ ആഹാരം പങ്കുവെക്കുക, അത് ഒളിപ്പിച്ചു വെക്കുകയല്ല ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഉപവാസം. Ministry, കർത്താവിന്റെ ശുശ്രൂഷ. are you the Messiah or should we wait for another? ഇവനാണോ മെസ്സിഹ, അതോ ഞങ്ങൾ മറ്റൊരു മെസ്സിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ടോ? The lame walk, ഇതാ മുടന്തർ നടക്കുന്നു, blind see, കുരുടന്മാർ കാണുന്നു, deaf hear, പൊട്ടന്മാർ കേൾക്കുന്നു, dumb speak, ഊമന്മാർ സംസാരിക്കുന്നു, and the poor have the gospel preached. ദരിദ്രരോട് സുവിശേഷം Go and tell the അറിയിക്കപ്പെടുന്നു. John Baptist what you have seen here. നിങ്ങൾ കണ്ടത് യോഹന്നാൻ സ്നാപകനോട് പറയുക. Judgment, ന്യായവിധിയെ കുറിച്ച് ചിന്തിച്ചാൽ you go to the right.
You go to the right. നിങ്ങൾ വലത്തുഭാഗത്തേക്ക് You പോകുക, go to the left. ഇടത്തോട്ട് നോക്കുക. Why to the right? വലത്തോട്ടുള്ള മാർഗം. I was hungry, you fed me. ഞാൻ ആ വലത്തോട്ടുള്ളവരുടെ കാര്യം പറഞ്ഞെന്താണ്? എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. Why left? ഇടത്തോട്ടുള്ളവരുടെ കാര്യം, I was hungry, you did not feed me. എന്തുകൊണ്ടാണ് അവർ ഇടത്തോട്ട് പോയത്? എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് കഴിക്കാൻ തന്നില്ല. Beginning with repentance, മാനസാന്തരത്തിൽ ആരംഭിക്കുന്നു, salvation, രക്ഷയിലേക്ക് വരുന്നു, fasting, ഉപവാസത്തിന്റെ കാര്യം, ministry, ക്രൈസ്തവ ശുശ്രൂഷ, judgment, ന്യായവിധി, everywhere. ഈ ഏത് മേഖലയും നോക്കുക, Christianity is church. ക്രൈസ്തവ മാർഗത്തിൽ നമുക്ക് മറ്റുള്ളവരുടെ ആർദ്രതയുടെ ആവശ്യം നാം ഇവിടെ കാണും. No apology about that statement. ഇതേക്കുറിച്ച് പറയുന്നതിൽ എനിക്ക് ഒട്ടും മടിയില്ല. We have not understood Bible properly. Read all the Old Testament prophets and see what was the revival they were talking about. വേദപുസ്തകത്തിന്റെ പാഠങ്ങൾ നാം ഉൾക്കൊണ്ടിട്ടില്ല. പഴയ നിയമ പ്രവാചകന്മാരിൽ കൂടി ഒന്ന് കടന്നു പോകുക, അവർക്ക് പ്രഖ്യാപിച്ചതായ ആ ഒരു ഉണർവിന്റെ സന്ദേശം എന്താണെന്ന് Everybody is മനസ്സിലാക്കുക. selfish. എല്ലാവരും സ്വാർത്ഥത നിറഞ്ഞവരായിരുന്നു. Give and extend a helping hand in your response. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ സഹായത്തിന്റെ ഹസ്തം നിങ്ങൾ നീട്ടുക. Seventhly and last, ഏഴാമതായി അവസാനത്തെ കാര്യം ഞാൻ പറയട്ടെ. why has God kept you there? ദൈവം എന്തിനായി നിങ്ങളെ ഒരു സ്ഥാനത്താക്കിയിരിക്കുന്നു? To declare that we can be hopeful in a pessimistic world. നിരാശ നിറഞ്ഞ ഈ ലോകത്തിൽ പ്രത്യാശാഭരിതമായി ജീവിക്കുവാൻ സാധിക്കും എന്ന് പ്രഖ്യാപിക്കുവാൻ To ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. declare that we can be hopeful in this pessimistic world. നിരാശയുടെ ഈ ലോകത്തിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ സാധിക്കുമെന്ന പ്രഖ്യാപനം ഉയർത്തുവാൻ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. The first 6 demonstration, ആദ്യത്തെ 6 കാര്യങ്ങൾ നമ്മുടെ ഒരു പ്രദർശനമായിരുന്നു. the 7th one declaration. ഏഴാമത്തേത് ഒരു പ്രഖ്യാപനമാണ്. First you demonstrate. ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ നിങ്ങൾ പ്രദർശിപ്പിക്കുക. Whatever you have demonstrated, declare it in the form of a capsule of a gospel. നിങ്ങൾ ആ ജീവിതത്തിൽ കൂടെ പ്രകടമാക്കിയ കാര്യങ്ങൾ നിങ്ങൾ സുവിശേഷമായി ഒരു ചെറു സന്ദേശമായി നിങ്ങൾ പ്രഖ്യാപിക്കുന്നു. The first 6, your walk. ആദ്യത്തെ 6 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിത ശൈലിയാണ്. The 7th one, your talk. ഏഴാമത്തെ കാര്യം നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. Walk the talk and then talk the walk. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, എന്ത് പ്രഖ്യാപിക്കുന്നു, അത് നിങ്ങളുടെ ജീവിതത്തിൽ കാണിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ നടപ്പിനെ കുറിച്ച് നിങ്ങൾ പ്രഖ്യാപിക്കുകയും The ചെയ്യുക. world is very pessimistic. ഈ ലോകം ഇന്ന് വളരെ നിരാശയിലാണ്. Tomorrow is very bleak for them. നാളെയെ കുറിച്ച് അവർക്ക് യാതൊരു But for Christians, പ്രത്യാശയും. tomorrow is bright. എന്നാൽ ക്രൈസ്തവരെ സംബന്ധിച്ച് പ്രകാശഭരിതമായ ഒരു നാളെ. They worry for tomorrow. മറ്റുള്ളവർ നാളെയെ കുറിച്ച് ഭാരപ്പെടുന്നു. Take the hands of your co-workers. നിങ്ങളുടെ സഹപ്രവർത്തന കൈകൾ നിങ്ങൾ എടുക്കുക. Wipe their tears. അവരുടെ കണ്ണുനീര് തുടയ്ക്കുക. You tell them, അവരോട് നിങ്ങൾ ഇത് പറയുക. don't worry about tomorrow. നാളെയെ കുറിച്ച് നീ ആകുലപ്പെടരുത്. Tomorrow is the hands of God. നാളെ ദൈവത്തിന്റെ കരങ്ങളിലാണ്. Seek first the kingdom of God and His righteousness. അവന്റെ നീതിയും അവന്റെ രാജ്യവും, ദൈവത്തിന്റെ നീതിയും രാജ്യവും നിങ്ങൾ And അന്വേഷിക്കുക. all these things will be added to you. അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. Those who have their heads hanging down, you lift up their chins and encourage your hope. നിരാശയുടെ മുഖംപാടി തലതാട്ടിരിക്കുന്നവരുടെ മുഖം ഉയർത്തിക്കൊണ്ട് അവർക്ക് നിങ്ങൾ പ്രത്യാശയുടെ ഈ They സന്ദേശം are കൊടുക്കുക. anxious about many things. പല കാര്യങ്ങളെ കുറിച്ച് അവർ വ്യാകുലപ്പെടുന്നുണ്ട്. Teach them to pray. പ്രാർത്ഥിക്കുവാനായി അവരെ In പഠിപ്പിക്കുക. everything by prayer and supplication, let your requests be made known unto God. പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ സകല ആവശ്യങ്ങളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ അവരെ They can പഠിപ്പിക്കുക. experience the peace of God that passes all understanding. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കും. Then witness for Christ. അപ്പോൾ ആ സാഹചര്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അവരോട് സാക്ഷ്യം. Having done these many things, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ open your mouth to tell how Jesus loves them. യേശു അവരെ സ്നേഹിക്കുന്നത് എങ്ങനെ എന്ന് അവരോട് പറയും. Invite them to gospel meetings. അസുവിശേഷ യോഗങ്ങളിലേക്ക് അവരെ ക്ഷണിക്കും. Don't take them straight to a super spiritual Pentecostal meeting. ആദ്യമേ തന്നെ വളരെയേറെ ആത്മീകമായിട്ടുള്ള കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പെന്തക്കോസ്റ്റൽ യോഗത്തിലേക്ക് അവരെ Either he കൊണ്ടുപോകുന്നു. may join you or he will run away from religion for life. ഒരുപക്ഷെ അദ്ദേഹം നിങ്ങളോട് ചേർന്നിരിക്കാം, എന്നാൽ ചിലപ്പോൾ ഒരു വലിയ സാധ്യത അദ്ദേഹം നിങ്ങളിൽ നിന്ന് ഓടി മാറി ജീവിതത്തിൽ ഇനി മേലാൽ ഇങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥയിലായിരിക്കും. Take him step by step. പടിപടിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. Invite him home for a birthday. ഒരു വിരുന്ന് സൽക്കാരം, പിറന്നാൾ സൽക്കാരത്തിന് അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുക. Pray for a meal and eat together. നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുക. Invite non-Christians for Christmas parties. ക്രിസ്മസ് വിരുന്നുകളിലേക്ക്, സൽക്കാരത്തിലേക്ക് ആ ക്രൈസ്തവരെ ക്ഷണിക്കുക. Don't invite Christians. ക്രൈസ്തവരെ നിങ്ങൾ ക്ഷണിക്കേണ്ട കാര്യമില്ല. Christians are all suffering from indigestion during December. ഡിസംബറിലെ ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും ദഹനക്കേട് പിടിക്കുന്ന സമയമാണ്. Overeating. കണ്ടമാനമായിട്ട് ആഹാരം കഴിക്കുന്ന So സമയമാണ്. don't spoil Christians. അതുകൊണ്ട് ക്രിസ്ത്യാനികളെ കൂടുതൽ വഷളാക്കുക. All Christians have enough and more from 15th of December to 5th of January. ഡിസംബർ 15 മുതൽ ജാനുവരി 5 വരെ വയർ നിറച്ച് ആഹാരം കഴിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. Don't treat Christians. അതുകൊണ്ട് ക്രിസ്ത്യാനികളെ ക്ഷണിച്ചിട്ട് കാര്യം. Invite non-Christians. ആ ക്രൈസ്തവരെ വിളിക്കുക. If you go for carols, നിങ്ങൾ ക്രിസ്മസ് കരോളുകൾക്ക് പോവുകയാണെങ്കിൽ don't go to Christian homes. ക്രൈസ്തവ ഭവനങ്ങളിൽ പാടാൻ പോകരുത്. Fellow is sleeping. കാരണം അവിടെയുള്ള ക്രിസ്ത്യാനികൾ Don't ഉറക്കത്തിലായിരിക്കും. ask him to wake up and come to you in his lungi, mufti. അവന് ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ലുങ്കി കൊടുത്തുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ വരുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കരുത്. Don't spoil them like that.
വെറുതെ അവരെ ഭാരപ്പെടുത്തരുത്. Christians know Christ came. ക്രിസ്തു വന്നുവെന്ന് ഇവർക്ക് നല്ലോണം അറിയാം. Christians know Christ is coming again. ക്രിസ്തു വീണ്ടും വരുന്നുവെന്നും ക്രിസ്ത്യാനികൾക്ക് അറിയാം. Non-Christians don't know Christ came. ക്രിസ്തു വന്നുവെന്ന് അറിയാത്തവരാണ് ക്രൈസ്തവർ. You go and talk to them. നിങ്ങൾ പോയി അവരോട് സംസാരിക്കുക. Sing carols in non-Christian homes. ക്രൈസ്തവർ അല്ലാത്ത ഭവനങ്ങളിൽ, ക്രൈസ്തവേതര ഭവനങ്ങളിൽ നിങ്ങൾ പോയി നിങ്ങൾ സന്ദേശം അറിയിക്കുക. Only then when you go, don't take the collection box with you. ഒരു കാര്യം, നിങ്ങൾ അവിടെ പോകുമ്പോൾ നിങ്ങളുടെ പണസഞ്ചിയുമായിട്ട് പണപ്പിരിവിനായിട്ട് പോകരുത്. Just sing God's praise for them and come out. അവർക്ക് വേണ്ടി ദൈവനാമ മഹത്വത്തിനുള്ള സംഗീതം ആലപിച്ച ശേഷം മടങ്ങി വരിക. So bring them into the social context and give them the gospel in stages. ഇങ്ങനെ ഈ സാമൂഹികമായ ഈ ഒരു പശ്ചാത്തലത്തിൽ അവരെ കൊണ്ടുവന്ന ശേഷം അവർക്ക് ഘട്ടം ഘട്ടമായി പടിപടിയായി സുവിശേഷ സന്ദേശം നൽകുക. Friendship is the first step and prelude for fellowship. കൂട്ടായ്മയുടെ ആദ്യ പടിയും മുന്നോടിയുമാണ് സുഹൃത്ത് Bring them into friendship, slowly they can move into the fellowship. ഈ സുഹൃത്ത് ബന്ധങ്ങളിൽ കൂടെ അവർക്ക് പടിപടിയായിട്ട് കൂട്ടായ്മ ബന്ധത്തിലേക്ക് വരുവാൻ This സാധിക്കും. is how I have led many of my engineering graduates, my classmates to Jesus Christ. എന്റെ സഹപാഠികളെ, പല മേഖലയിലെ എഞ്ചിനീയറിംഗ് ബിരുദധാരികളെ ഞാൻ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നത് ഈ വിധത്തിലാണ്. Some of the non-Christians have become diplomatic officers in this country and elsewhere by this humble, simple way of presenting the gospel. വളരെ ലളിതമായി സുവിശേഷം അറിയിക്കുന്ന ഈ വിധത്തിൽ കൂടെ ഞാൻ സുവിശേഷം അറിയിച്ചിട്ടുള്ള പല ആൾക്കാരും ഇന്ന് ഈ രാജ്യത്തും മറ്റു സ്ഥലങ്ങളിലും ഉന്നത ഉദ്യോഗങ്ങളിലായിരിക്കും. Be intelligent. നിങ്ങൾ ബുദ്ധിയോടുകൂടി പെരുമാറുക. Ask God to give you guidance. ദൈവം നിങ്ങളെ നയിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുക. God has put you there to bring about a great revival. ഒരു വലിയ ഉണർവിനായി ദൈവം നിങ്ങളെ ഒരു സ്ഥാനത്താക്കിയിരിക്കുന്നു. There may be a great spiritual blessing. ഒരു വലിയ ആത്മീകമായ ഒരു അനുഗ്രഹം നമ്മുടെ നാട്ടിലുണ്ടാകും. God told Abraham, ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, I will bless you. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. I won't stop there. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നില്ല. I will make you a blessing. നിന്നെ ഞാൻ ഒരു അനുഗ്രഹമായി മാറ്റും. Why has God called you? ദൈവം എന്തിനായി നിങ്ങളെ വിളിച്ചിരിക്കുന്നു? Why has God placed you there? ദൈവം നിങ്ങളെ ഒരു പ്രത്യേക ഉദ്യോഗ സ്ഥാനത്താക്കിയിരിക്കുന്നത് എന്തിനാ? Bless you where you are. നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി, And to make you a blessing. അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകേണ്ടതിനായി.